തീർച്ചയായിട്ടും ആശ്ചര്യമുണ്ട്, സങ്കടമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. സീറോ മലബാർ സഭ 2020 ജനുവരി 14 പ്രസ്താവന ഇറക്കി ലവ് ജിഹാദ് ഉണ്ടെന്നും പറഞ്ഞു. പോലീസിന് NIAക്ക് അറിയാൻ പാടില്ലാത്ത ലവ് ജിഹാദ് ഉണ്ടെന്ന് മെത്രാന്മാരെങ്ങനെ അറിഞ്ഞത്? അങ്ങനെ അറിഞ്ഞെങ്കിൽ പോലീസിലുള്ള പറയേണ്ടത്, സമൂഹത്തിലുള്ള ഉണ്ടാക്കല്ല ചെയ്യേണ്ടത്. ഇസ്ലാം മതവിശ്വാസികളുമായിട്ടും ഹിന്ദുക്കളായിട്ടുമൊക്കെ സൗഹാർദ്ദത്തിൽ ജീവിക്കാനാണ് ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ആഗ്രഹിക്കുന്നത്. അതിന് വിരുദ്ധമായി പിതാക്കന്മാരായാലും അച്ഛന്മാരായാലും ആരായാലും കുറച്ചുകൂടി ഉത്തരവാദിത്വപൂർവ്വം പെരുമാറണം. PC ജോർജും സ്ത്രീ പുരുഷന്മാർ സമന്മാരായിട്ട് സമത്വമുള്ളവരായിട്ടും ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. അവർക്ക് അവരുടെ അവകാശങ്ങളുണ്ട്, അവർക്ക് അവരുടെ പഠിക്കാനും വളരാനുള്ള എല്ലാ സന്ദർഭങ്ങളുണ്ട്. അവരുടെ കല്യാണം കഴിക്കണമെന്ന കാര്യം അവരുടെ കുടുംബവും അവരുമാണ് തീരുമാനിക്കേണ്ടത്. അത് ആരുടെ മേൽ കെട്ടിയേൽപ്പിക്കാനും ഇത്ര പ്രായത്തിൽ കല്യാണം കഴിച്ചോളണം എന്നൊരു കൽപ്പന ഇറക്കാനൊന്നും PC ജോർജിന് എന്താണ് ഉത്തരവാദിത്വം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാസ പോലുള്ള മുസ്ലിം വൈരത്തിൻ്റെ സംഘടനകൾ ഇവിടെ വളരുന്നുണ്ട്. അത് വിവേകത്തോടെ കാണാനും അതിനെ നിയന്ത്രിക്കാനും അങ്ങനെ അതിനകത്തേക്ക് പോയി വൈരത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും വെറുപ്പിൻ്റെയും അന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ചട്ടുവങ്ങളാകാതെ വേഗപൂർവ്വം വർത്തിക്കാൻ എല്ലാവരെയും ഉപദേശിക്കുകയും എല്ലാവരെയും നേർവഴിക്കുകയും നടത്തേണ്ടവർ തന്നെ വഴിതെറ്റുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നത് ഏറ്റവും നിർഭാഗ്യകരമാണ്. സമൂഹവും ജനങ്ങളും തിരിച്ചറിയണം ഇത്തരം പ്രവൃത്തികളെ, ഇത്തരം നടപടികളെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കേരളത്തിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് പോയത് 4 പെൺകുട്ടികൾ എന്ന് കണക്ക്. അതിൽ തന്നെ എടുത്തു പറയണം PFI പോലുള്ള സംഘടനകളുടെ പ്രേരണ. ഈ ഒറ്റപ്പെട്ട സംഭവങ്ങളെല്ലാം പെരുപ്പിച്ച് കാണിച്ച് കേരള സമൂഹത്തിൽ ലവ് ജിഹാദ് ഉണ്ടെന്ന് പറയുന്നവർക്ക് കാണിക്കാൻ കണക്കുണ്ടോ, തെളിവുണ്ടോ? കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ടെന്ന കപട നിർമ്മിതി പൊളിഞ്ഞടുങ്ങിയത് ഒരു തവണയല്ല. ഷെഹൻഷാ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന കേസിനെ ചൊല്ലി ജസ്റ്റിസ് KT ശങ്കരൻ ഉന്നയിച്ച സംശയങ്ങളും ലവ് ജിഹാദ് ആരോപണം പോലും ഉണ്ടായിട്ടില്ലെന്ന ജേക്കബ് പുന്നൂസിന്റെ റിപ്പോർട്ടും മുന്നിൽ നിർത്തി സംഘപരിവാർ അടക്കം കോലാഹലങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അതെല്ലാം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി അവസാനിച്ചത് കോടതിയുടെയും NIAയുടെയും അങ്ങനെയൊന്നില്ല എന്ന വാക്കിന് മുന്നിൽ തന്നെയാണ്. ലവ് ജിഹാദ് ആകാം എന്ന പോലീസിന്റെ വാദങ്ങൾ കഴമ്പില്ലാത്തതാണെന്ന് പറഞ്ഞ് 2010 ജസ്റ്റിസ് M ശശിധരൻ നമ്പ്യാർ ആ കേസ് തന്നെ തള്ളി. പിന്നെയും ഈ കപട നിർമ്മിതി പരത്തരുതെന്ന് ഹൈക്കോടതി പറഞ്ഞു. പക്ഷേ കളവാവർത്തിച്ച്, നട്ടാൽ കുരുക്കാത്ത നുണ ആവർത്തിച്ച് അതേ ആരോപണങ്ങൾ 15 കൊല്ലത്തിനപ്പുറവും തുടരുകയാണ്. PC ജോർജിന്റെ വിദ്വേഷ പരാമർശം എന്ത് കണക്ക് മുന്നിൽ വെച്ചാണ് സഭ പിന്താങ്ങുന്നത്? സമുദായ സ്പർദ്ധ ഉണ്ടാക്കാൻ പിതാക്കന്മാർ നടക്കരുതെന്ന് സിറോ മലബാർ സഭ മുൻ വക്താവ് പറഞ്ഞതാണ് ഈ ചർച്ചയുടെ തുടക്കത്തിൽ കേട്ടത്. സഭയുടെ കയ്യിൽ ശരിക്കും ലവ് ജിഹാദിന് തെളിവുണ്ടോ? പോലീസും NIAയും കോടതിയും അറിയാത്ത ലവ് ജിഹാദ് ഉണ്ടെന്ന് പറയാൻ ചില നേതാക്കന്മാർക്കും ചില പിതാക്കന്മാർക്കും കഴിയുന്നത് എന്തുകൊണ്ടാണ്? ഇനിയും കളവാവർത്തിക്കും. കള്ളം പറഞ്ഞ് വെറുപ്പിലൂടെ പടരുന്ന ഒരു പ്രത്യയ ശാസ്ത്രത്തിന്റെ രീതിയാണത്. അതുകൊണ്ട് വസ്തുതകളും നമ്മൾ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. മുസ്ലിം ലീഗ് നേതാവ് ശ്രീ ഷാഫി ചാലിയം, CPM സഹയാത്രികൻ ശ്രീ റിജു ലൂക്കോസ്, യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫണ്ടിന്റെ നേതാവ് ഭാരവാഹി അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതുക്കൽ, ഒപ്പം അൽമായ മുന്നേറ്റം വക്താവ് റിജു കാഞ്ഞുകാരൻ, 4 പേർക്കും പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ആദ്യം ഞാൻ കടക്കുന്നത് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫ്രണ്ടിന്റെ അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതുക്കലേക്കാണ്. ശ്രീ ജസ്റ്റിൻ പള്ളിവാതുക്കൽ, തെളിവുണ്ടോ, ലവ് ജിഹാദിന് തെളിവുണ്ടോ, കണക്കുണ്ടോ എന്ന് ചോദിക്കുന്നിടത്തെല്ലാം കഴിഞ്ഞ ദിവസങ്ങളായിട്ട് പലരും പറയുന്നത് ഈ തെളിവൊന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ കൊടുക്കാവുന്ന ഒരു സാഹചര്യമല്ല എന്നുള്ളതാണ്. അത് ഒരു കേസായി ഒരു നിയമപരമായിട്ടുള്ള നടപടിയിലേക്ക് കടക്കാനും എന്തോ കാരണങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കൃത്യമായി രീതിയിൽ കണക്കുണ്ടെങ്കിൽ ഈ കണക്കുകൾ മുന്നോട്ട് വെക്കാൻ സഭയ്ക്ക് കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഒരു നടപടി വേണമെന്ന് പറയാൻ കഴിവുള്ള അല്ലെങ്കിൽ നടപടിയെടുക്കണമെന്ന് ഉറപ്പാക്കാൻ കഴിയുന്ന സഭാധ്യക്ഷന്മാരുള്ള സംസ്ഥാനം കൂടിയാണ് കേരളം. എന്നിട്ടും അതൊന്നും ചെയ്യാതെ ഇങ്ങനെ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ട് 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 എന്ന് മാത്രം പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ, ഫാദർ തേളക്കാട്ടച്ഛന്റെ വീഡിയോ ഇവിടെ കേൾപ്പിക്കുകയുണ്ടായി. അദ്ദേഹം സിറോ മലബാർ സഭയെ പറ്റി പറഞ്ഞു. ഞാൻ സിറോ മലബാർ സഭയുടെയോ സിനഡിന്റെയോ സിറോ മലബാർ മെത്രാൻ സമിതിയുടെയോ ഭാഗത്തു നിന്ന് സംസാരിക്കേണ്ട ആളല്ല. അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ വേറെയുണ്ട്.
ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ടൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നോട് ചോദിച്ച ചോദ്യവുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ഒരു 4.5 വർഷ കാലത്തിനിടയ്ക്ക് എന്റെ വ്യക്തിപരമായിട്ട് എന്റെ അനുഭവം വെച്ചിട്ട് ഞാൻ 100% അതിനുവേണ്ടി മാത്രം ഓടി നടക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഏകദേശം 927, ഏകദേശം അല്ല കൃത്യം കണക്കാണ്, 927 കുട്ടികൾ പ്ലസ് 36, ഇത്രയും കുട്ടികളെ ഞാൻ നിങ്ങൾക്ക് ലവ് ജിഹാദെന്നോ പ്രണയ ജിഹാദെന്നോ ഇനി പ്രണയ കെണികളെന്നോ എന്ത് വേണേലും വിളിക്കാം. എന്തായാലും ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഇസ്ലാം മതത്തിൽപ്പെട്ട യുവാക്കന്മാരുമായിട്ട് പ്രണയക്കെണികളിൽപ്പെട്ട് പല രീതിയിൽ ബുദ്ധിമുട്ടിയ ഇത്രയും കുട്ടികളെ 927 കുട്ടികളെ എനിക്ക് രക്ഷിക്കാൻ വേണ്ടി പറ്റി. ഞാൻ കണ്ടതിൽ ഒരു 36 കുട്ടികളെ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിട്ട് അതൊരു നഷ്ടമായിട്ട് എനിക്ക് തോന്നുന്നു, ആ കുടുംബത്തിനും ആ സമൂഹത്തിനും. അപ്പൊ അത്രയും ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ പൊതുവെ മാധ്യമങ്ങളുടെ മുമ്പിലേക്ക് വരാറില്ല. ഇവിടെ കൃത്യമായിട്ട് ഞാൻ വന്ന് പറയാൻ കാരണം ഈ ദിവസങ്ങളെല്ലാം ഇതുപോലെ ചർച്ച നടക്കുന്നത് കൊണ്ട് എന്നെ വിളിച്ചപ്പോൾ ഞാൻ സമ്മതിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയും അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ എനിക്ക് പറയാൻ വേണ്ടി പറ്റുന്നത്, എന്തുകൊണ്ട് മാധ്യമങ്ങളുടെ മുമ്പിലേക്ക് ഈ ഡാറ്റയുമായിട്ട് സ്റ്റാറ്റിക്സുമായിട്ട് പോകാത്തത് എന്നുള്ളത് എന്നോടുള്ള ചോദ്യം അതാണ്. ഈ ചോദ്യത്തിന് ഉത്തരം വളരെ സിമ്പിളാണ്. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന വിക്ടിംസിന്റെ, ഞാൻ ആ വാക്ക് ഉപയോഗിക്കുകയാണ്, ഈ വിക്ടിംസിന്റെ ഒരു കാരണവശാലും അവരുടെ ഡാറ്റകളും രേഖകളും പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് എത്തരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടി ഞാൻ. എന്നാൽ ചില കേസുകൾ, ഇപ്പൊ പ്രായപൂർത്തിയാകാത്ത കേസുകളൊക്കെ ആണെങ്കിൽ നമ്മളത് പോലീസിന്റെ മുമ്പിലേക്ക് എത്തിക്കും. അത് മിക്കവാറും പോക്സോ കേസ് മാത്രമായിട്ടൊക്കെ അവസാനിച്ചു പോകുന്നതാണ് നമ്മൾ കാണുന്നത്. എന്തുകൊണ്ടാണ് ഇത് പോലീസിലേക്ക് പോകാത്തത്? നമ്മുടെ കേരള സമൂഹം ഈ തരത്തിലുള്ള ഒരു വിക്ടിം സമൂഹത്തെ സ്വീകരിക്കാൻ ഇന്ന് വരെ തയ്യാറായിട്ടില്ല. ഇത് ഞാൻ മാധ്യമങ്ങളടക്കം ഇതിനകത്ത് കുറ്റം പറയും. ഇങ്ങനൊരു കേസ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ മാധ്യമങ്ങൾ വരികയാണ്. വിക്ടിമിന്റെ പേര് വെളിപ്പെടുത്തരുത് എന്ന ബഹുമാനപ്പെട്ട കോടതികളുടെ, പരമോന്നത നീതിപീഠത്തിന്റെ ഒക്കെ വിധിന്യായങ്ങളും കർശന നിർദ്ദേശങ്ങളും ഉള്ളത് കൊണ്ട് നമ്മൾ പേര് പറയില്ല. പക്ഷെ ബാക്കി വീട്, സ്ഥലം, കൂട്, വീട്ടുകാര്, ബന്ധുക്കാര്, പഠിച്ച സ്കൂള്, ജോലി എന്ന സ്ഥാപനം എല്ലാം വിളിച്ചു പറയുമ്പോൾ കേരള സമൂഹത്തെ സംബന്ധിച്ചിട്ട്, ഇത്രയും പ്രബുദ്ധമായ കേരള സമൂഹത്തെ, സോഷ്യൽ മീഡിയ, ഈ മൊബൈൽ, അതിന്റെ ഇന്റർനെറ്റ്, ഗൂഗിൾ, ഇതിന്റെ എല്ലാം വിരൽത്തുമ്പിൽ ജീവിക്കുന്ന കേരള സമൂഹത്തെ സംബന്ധിച്ച് അത് കണ്ടുപിടിക്കാൻ നിമിഷങ്ങൾ മതി. അപ്പൊ ഈ കുടുംബം, ഈ സമൂഹം, ആ വ്യക്തി ഒറ്റപ്പെടുക, ആ കുട്ടിയുടെ ഭാവി നഷ്ടപ്പെടുക, മുന്നോട്ട് പോകാൻ കഴിയില്ല, ആ കുടുംബം ഒറ്റപ്പെടുന്നു. ഈ ഒരു അവസ്ഥയിൽ എങ്ങനെയാണ് ആ കുടുംബം കേസുമായിട്ട് മുന്നോട്ട് പോവാം? രണ്ട്, ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാമൂഹിക സിസ്റ്റം നമുക്കില്ല. നമ്മള് ഒരു വിഭാഗത്തെ മാത്രമല്ല കുറ്റം പറഞ്ഞു, ഇതിനെ സ്വീകരിക്കാൻ, ഇത്തരത്തിലുള്ള ഒരു സമൂഹത്തെ സ്വീകരിക്കാൻ, അല്ലെങ്കിൽ എന്റെ അയൽവക്കത്തുള്ള ഒരു കുട്ടി ഒരു അപകടത്തിൽ പെട്ടിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആ കുട്ടിയെ സ്നേഹത്തോടൊന്ന് സ്വീകരിക്കാതെ മാറ്റി നിർത്തുന്ന ഒരു കൾച്ചർ നമുക്കുള്ളിടത്തോളം കാലം, അത് നമ്മുടെ കൾച്ചറിന്റെ പ്രത്യേകതയാണ്. അതുള്ളിടത്തോളം കാലം ഒരു കാരണവശാലും പൊതുസമൂഹം അല്ലെങ്കിൽ ഈ മാതാപിതാക്കന്മാര്, ഈ വിക്ടിംസ് പരാതിയുമായിട്ട് മുന്നോട്ട് വരാൻ വേണ്ടി തയ്യാറാവില്ല. കാരണം ചെറിയ കുട്ടികളാണ്, അവർക്ക് ഭാവിയുണ്ട്, അവർക്ക് വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരണം, അവർക്ക് നല്ല തൊഴിൽ മേടിക്കണം, കുടുംബത്തിന്റെ പ്രതീക്ഷയായിരിക്കും. അപ്പൊ അത് തന്നെയാണ്, അത്തരത്തിലുള്ള വലിയൊരു പ്രതിസന്ധി ഉള്ളതുകൊണ്ട് തന്നെയാണ് നല്ലൊരു ശതമാനം കേസുകളിലും ഈ വിക്ടിംസ് അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങൾ, മാതാപിതാക്കള് ഇത് കേസുമായിട്ട് മുന്നോട്ട് വരാതെ ഇവരെ എങ്ങനെയും ഇത്തരത്തിലുള്ള കെണികൾ നൂരിയെടുത്ത് അവസാനിപ്പിച്ചാൽ മതിയെന്ന ചിന്തയിൽ മുന്നോട്ട് പോകുന്നത്. ശ്രീ അഡ്വക്കേറ്റ് ജസ്റ്റിൻ, ഈ 927 പ്ലസ് 36 എന്ന് പറഞ്ഞ കണക്ക് ഈ 5 വർഷത്തെ കണക്ക് എന്നാണോ ഈ പ്രണയ വിവാഹ ചതിക്കുഴി എന്ന് നിങ്ങൾ പറയുന്ന, അല്ലെങ്കിൽ ലവ് ജിഹാദ് എന്നുള്ള ടേം തന്നെ നിങ്ങൾ കൊടുക്കുന്നത് ഈ 5 വർഷത്തെ കണക്കാണ്? 5 വർഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ കോവിഡ് ഫസ്റ്റ് വേവിൽ കോവിഡ് തുടങ്ങിയതിന് ശേഷമുള്ള ഒരു കണക്ക്. അതിലൊന്നും രജിസ്റ്റർ ചെയ്ത കേസുകളില്ല. ഒരു കേസും അതിൽ രജിസ്റ്റർ ചെയ്യാൻ ആരും തയ്യാറായിട്ടില്ല. അതിന് തയ്യാറാവാത്തതിന്റെ കാരണമാണ് താങ്കൾ പറയുന്നത് സമൂഹം ഒറ്റപ്പെടുത്തും അല്ലെങ്കിൽ സ്വീകരിക്കാൻ സമൂഹത്തിന്റെ മനോഭാവം മാറിയിട്ടില്ല എന്നുള്ളത്. ഒറ്റ കേസ് എന്ന് പറയില്ല, കാരണം 2-3 കേസുകള് അതുപോലെ ബ്രൂട്ടാലിറ്റി ഉള്ള കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ക്രൈംബ്രാഞ്ച് പോലും അന്വേഷിച്ച് ചാർജ് കൊടുത്ത കുറ്റപത്രം സമർപ്പിച്ച കേസുകളുമുണ്ട്. 2-3 ഉണ്ട്. കുറ്റപത്രം എന്ത് പറഞ്ഞിട്ടാണ്? ഈ നിർബന്ധിത മതപരിവർത്തനം എന്നുള്ള കുറ്റപത്രം കൊടുത്തു എന്നാണോ? യെസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു പശ്ചാത്തലം മാത്രം ഞാൻ പറയാം, ഒരു ക്ലൂം ഇല്ലാതെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു പ്രത്യേക രീതിയിൽ ഒരു കുട്ടീനെ എത്തിക്കുന്നു, അതിനെ ശാരീരികമായിട്ട് മിസ്യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഒരു റേപ്പ് തന്നെ ചെയ്യുന്നു. അതിനുശേഷം വിവാഹ വാഗ്ദാനം നൽകുന്നു. ആ വിവാഹ വാഗ്ദാനം സ്വീകരിക്കാത്ത കുട്ടിയെ പല രീതിയിൽ മാനസികമായിട്ട് തളർത്തുന്നു. ആ കുട്ടി പരാതിയുമായിട്ട് പോകുന്നു. പരാതിയുമായിട്ട് പോയി കഴിഞ്ഞപ്പോൾ
ഞങ്ങൾ സ്വീകരിച്ചോളാം, കുട്ടി മതം മാറാൻ തയ്യാറായാൽ മതി, മതം മാറി വന്നാൽ ഞങ്ങൾ സ്വീകരിക്കാം എന്ന കോംപ്രമൈസിലേക്ക് വരുന്നു. അപ്പം അത് കഴിഞ്ഞപ്പോഴാണ് ഈ കുട്ടിക്ക് പഠിക്കാൻ കൊടുത്ത ഈ കുട്ടിക്ക് ഇതിനു മുമ്പ് തന്നെ പഠിക്കാൻ കൊടുത്ത ഒരു ചെറിയ നോട്ട്, ആ നോട്ട് ബുക്ക് പോലത്തെ ചെറിയ ടെസ്റ്റ് പോലത്തെ ഒരു ലീഫ്ലെറ്റർ പോലത്തെ ഒരു സാധനം കുട്ടി മുന്നോട്ട് എടുത്തോണ്ട് വരുന്നു. ആ എടുത്തോണ്ട് വരുമ്പോഴാണ് അതിനകത്ത് എങ്ങനെയാണ് ഈ അവരുടെ വിശ്വാസപരമായ മതപരമായ കാര്യങ്ങൾ ചെയ്യേണ്ടത്, നിർവഹിക്കേണ്ടത് എന്ന് പറഞ്ഞ് വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു സാധനം ഇത് പഠിക്കാൻ പറഞ്ഞു കൊടുത്തിരുന്നു. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി പ്രതി അറസ്റ്റ് ചെയ്യുകയും ക്രൈംബ്രാഞ്ചിന് കേസ് വിടുകയും ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് കുറ്റപത്രം കൊടുക്കുകയും ചെയ്ത ഒരു കേസ് കേരളത്തിലുണ്ട്. അതിൽ ഈ മതപരിവർത്തനം, അതായത് ലവ് ജിഹാദ് എന്നുള്ള ടേം ഇല്ലെങ്കിലും മതപരിവർത്തനം എന്നുള്ളൊരു ഒരു കാര്യം ആ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? ഞാനൊരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. ലവ് ജിഹാദ് എന്നൊരു ടേം അതിനകത്തുണ്ട് എന്ന് അതിനകത്തില്ല, പകരം മതപരിവർത്തനം എന്നൊരു ടേം അതിനകത്ത് വന്നിട്ടുണ്ട്. മതപരിവർത്തനം എന്നൊരു ടേം അതിനകത്ത് വന്നിട്ടുണ്ട്. ആ കേസിന്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് കോ എന്താണ്? അത് ട്രയലിലേക്ക് നീങ്ങുന്നു. അങ്ങനെ രണ്ടോ മൂന്നോ കേസുകളുണ്ട്, രണ്ടോ മൂന്നോ കേസുകളുണ്ട്. ഓക്കെ, ഒരു കാര്യം കൂടെ, ഇപ്പൊ ഈ പറഞ്ഞ കണക്കനുസരിച്ച് 1000-ത്തിനടുത്ത് പെൺകുട്ടികൾ, താങ്കൾ പറഞ്ഞതനുസരിച്ച് 1000-ത്തിനടുത്ത് പെൺകുട്ടികൾ, മീനച്ചിൽ താലൂക്കിൽ മാത്രം 400 എന്ന് PC ജോർജ് പറഞ്ഞു. അത് അവിടെ നിൽക്കട്ടെ. താങ്കൾ പറഞ്ഞതിന് താങ്കളുടെ ഇതിനകത്ത് 1000-ത്തിനടുത്ത് പെൺകുട്ടികൾ ഉണ്ട് എന്ന് പറയുന്നു. എല്ലാ സഭകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏതെങ്കിലും ഒരു താലൂക്കിനകത്ത് എത്ര ആൾക്കാരുണ്ട് എന്ന് സർക്കാർ സംവിധാനത്തോട് ചോദിച്ചാൽ വളരെ പെട്ടെന്ന് ഉത്തരം കിട്ടില്ല. പക്ഷേ അതൊരു സഭയെ സംബന്ധിച്ചിടത്തോളം, സഭാധ്യക്ഷന്മാരെ സംബന്ധിച്ചിടത്തോളം, ഇടവക, ഫൊറോന, രൂപത ഒക്കെ എത്ര ക്രൈസ്തവരുണ്ട് എന്ന് ചോദിച്ചാൽ ഒരു 100-ൽ കുറയാതെ അതിനുള്ളൊരു ഉത്തരം എളുപ്പത്തിൽ കൊടുക്കാൻ കഴിയുന്ന സംവിധാനമുള്ള സഭകളാണ് കേരളത്തിലുള്ളത്. അത്രയും സ്വാധീനമുള്ള സഭകളാണ്. ഇങ്ങനെ ഈ 1000-ത്തോളം ഒരു കേസുകൾ ഇതിനകത്ത് വരുന്നുണ്ടെങ്കിൽ ഇത് പുറത്ത് പറയണ്ട, ഇത് പോലീസിൽ എത്തണ്ട, പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇതിലൊരു ശക്തമായ നടപടി ഈ പറയുന്ന വിഷയത്തിൽ എടുക്കണമെന്ന് പറയാൻ കഴിയാത്തവരാണോ സഭകളുടെ അധ്യക്ഷന്മാർ, ക്രൈസ്തവ സമുദായ അധ്യക്ഷന്മാർ? അത് പറയാൻ കഴിയാത്തവരാണോ, അല്ലെങ്കിൽ അങ്ങനെ നടപടി എടുപ്പിക്കാൻ കഴിയാത്തവരാണോ ഈ കേരളത്തിൽ? ആരാണ് ഇത് പറയാത്തത്? കേരളത്തിലെ മെത്രാന്മാർ ഇത്തരത്തിലുള്ള ഇഷ്യൂകൾ ഇടപെടരുന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. പക്ഷേ എങ്കിലും ഞങ്ങളുടെ പിതാക്കന്മാര്, അത് ലത്തീൻ ആയിക്കോട്ടെ, സിറോ മലബാർ ആയിക്കോട്ടെ, മലങ്കര ആയിക്കോട്ടെ, ഇനി പെന്തക്കോസ്ത് സഭകളായിട്ട് അവരുടെ അധികാരികളെല്ലാം ഓരോ സമയത്തും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവരെ നേരിട്ട് ബാധിക്കുന്നത് വരുമ്പോൾ കാലാകാലങ്ങളായി അവർ മുന്നറിയിപ്പ് നൽകാറുണ്ട്. മുന്നറിയിപ്പ് നൽകുക മാത്രമല്ല, സർക്കാർ സംവിധാനങ്ങളോട് ഈ കാര്യത്തിൽ വേണ്ട ജാഗ്രത വേണമെന്നും ഈ കാര്യത്തിൽ നിയമനിർമ്മാണങ്ങൾ വേണമെന്നും പ്രത്യേകമായ സംരക്ഷണം കൊടുക്കുന്ന രീതിയിലുള്ള നയങ്ങൾ രൂപീകരിക്കണമെന്നും ഒക്കെ കൃത്യമായി ആവശ്യപ്പെടുന്നുണ്ട്. രേഖാമൂലമുള്ള പരാതികളടക്കം കൊടുക്കുന്നുണ്ട്, നിവേദനങ്ങളും. പക്ഷെ അതൊന്നും പ്രായോഗിക തലത്തിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അതിലൊരു സമ്മർദ്ദം, അതായത് സഭകളുടെ നേരിട്ടുള്ള പ്രസ്താവനകളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ ഏതെങ്കിലും സഭാ അനുകൂല സംഘടനകൾ അല്ലെങ്കിൽ കൈവഴികൾ ആ തരത്തിലുള്ള പ്രസ്താവനകളല്ല. നേരിട്ട് ഇത് ഒരുപക്ഷെ അതൊരു യോഗം വിളിക്കാം, നേരിട്ട് സർക്കാർ സംവിധാനങ്ങളുമായിട്ട് കൂടിക്കാഴ്ച നടത്താം, അങ്ങനെ ഈ വിഷയത്തെ അഡ്രസ് ചെയ്യാം, അതുണ്ടാകുന്നില്ല. ഈ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പ്രസ്താവനകളല്ല ഞാൻ ഉദ്ദേശിച്ചത്. പ്രസ്താവനകൾ മാത്രമല്ല, ധാരാളം നിവേദനങ്ങൾ സഭകളുടെ ഭാഗത്ത് നിന്ന് വിവിധ സഭാ നേതൃത്വങ്ങള് തീർച്ചയായിട്ടും, ഞാൻ ഇൻഡിപെൻഡന്റ് ഗ്രൂപ്പുകളെയോ അല്ലെങ്കിൽ സ്വകാര്യ മൂവ്മെന്റുകളെയോ പ്രസ്ഥാനങ്ങളോ ഒന്നുമല്ല ഉദ്ദേശിക്കുന്നത്. ഔദ്യോഗിക സഭയുടെ ഭാഗത്ത് തന്നെ ധാരാളം നിവേദനങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട ആശങ്കകൾ സർക്കാരിനെ അറിയിച്ചുകൊണ്ടുള്ള എഴുത്തുകളൊക്കെ നടന്നിട്ടുമുണ്ട്. പല നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൃത്യമായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരിക്കലും സീറോ മലബാർ സഭയോ അല്ലെങ്കിൽ കേരളത്തിലെ ക്രൈസ്തവ സമൂഹമോ ഈ ദേശത്ത് ഒരു മതസ്പർദ്ധ ഉണ്ടാക്കണമെന്നോ മതങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കണമെന്നോ ആഗ്രഹിക്കുന്ന ഒരു സമൂഹമല്ല. എന്നും ഇതെല്ലാം സന്തോഷത്തോടെയും സമാധാനത്തോടെയും പോകണമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കൊടുക്കുന്ന നിവേദനങ്ങൾക്കും അല്ലെങ്കിൽ ഇത്തരത്തിൽ പറയുന്ന പ്രകടിപ്പിക്കുന്ന ആശങ്കകൾക്കും ഒക്കെ അതിൻ്റെതായ ഒരു പരിമിതി നിന്നുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെതായ ചട്ടക്കൂടുകളിൽ നിന്നുകൊണ്ട് വളരെ പക്വതയോടെയാണ് ഇന്ന് വരെ സമീപിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോഴും ഈ കേരളത്തിന്റെ മതസൗഹാർദ്ദമൊക്കെ ഇത്ര ഭംഗിയായിട്ട് പോകുന്നത്. അല്ലെങ്കിൽ എത്ര ഒച്ചപ്പാടുകൾ ഉണ്ടാക്കാവുന്ന കേസുകളുണ്ട്, എന്തുമാത്രം വിവാദം ഉണ്ടാക്കാവുന്ന കേസുകളുണ്ട്. ഇവിടെ അഡ്വക്കേറ്റ് ജസ്റ്റിൻ, ഒറ്റ കാര്യം കൂടെ, താങ്കൾ സംസാരിക്കുന്ന കോട്ടയത്താണ്. ഈ പറഞ്ഞ 1000 എന്നുള്ള കണക്കിൽ എത്ര പേർ കോട്ടയം ജില്ലയെ പ്രതിനിധീകരിക്കുന്നുണ്ട്? അങ്ങനെ എനിക്ക് കൃത്യമായിട്ട് പറയണമെങ്കിൽ അതിന്റെ കൃത്യമായിട്ട് നോക്കണം. പക്ഷേ എന്റെ പൊതുവായ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയാം, ആദ്യ കാലഘട്ടങ്ങളിൽ ആദ്യത്തെ 1-2 വർഷം മലബാർ മേഖലയിലായിരുന്നു
ഇത് കൂടുതലെങ്കിൽ ഇപ്പോൾ അത് മധ്യ കേരളത്തിലാണ് എന്ന് പറഞ്ഞാൽ കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അത് കൂടുതൽ ഈ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ശരി, ഞാൻ തിരികെ എത്താം. ശ്രീ ഷാഫി ചാലി ഉണ്ടായതിനു മുമ്പ് ശ്രീ റെജി ലൂക്കോസ്, താങ്കൾ ഇരിക്കുന്ന ജില്ലയിലടക്കം മധ്യ കേരളത്തിൽ ഈ കണക്ക് വർദ്ധിക്കുന്നു. കോവിഡിന് ശേഷം 1000 പേരെന്നാണ് പറയുന്നത്. PC ജോർജിന്റെ കണക്ക് വേറെയുണ്ട്, അതവിടെ നിൽക്കട്ടെ. 1000 എന്നുള്ള കണക്ക്, അതിൽ 3 കേസ് ക്രൈംബ്രാഞ്ച് അടക്കം അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു. മതപരിവർത്തനമടക്കം അതിനകത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് കേസുകൾ പുറത്തു വരുന്നില്ല, തെളിവ് എവിടെ എന്ന് ചോദിക്കുന്നതിനുള്ള ഉത്തരം പറയുന്നത് സമൂഹത്തിന്റെ മനോഭാവം ഇതാണ്. ഈ കുട്ടികളെ ഒറ്റപ്പെടുത്തും, കുടുംബത്തെ ഒറ്റപ്പെടുത്തും എന്നാണ് പറയുന്നത്. നിസ്സഹായരാണ് സഭാ നേതാക്കന്മാർ അല്ലെങ്കിൽ സഭാധ്യക്ഷന്മാർ. സർക്കാരിനോട് ഇത് പറഞ്ഞു മടുത്തു എന്നാണ് പറയുന്നത്. ലവ് ജിഹാദ് ഉണ്ടോ ഇല്ലയോ കേരളത്തിൽ? എനിക്ക് ആദ്യം പറയാനുള്ളത്, കേരളീയ സമൂഹത്തിൽ അല്ലെങ്കിൽ ഈ രാജ്യത്തിന് തന്നെ വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള പിന്നെ സാംസ്കാരിക രംഗത്താണെങ്കിലും ആദർശ രംഗത്തായാലും വിദ്യാഭ്യാസ രംഗത്തായാലും ജാതിമത ഭേദമന്യേ വലിയ കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുള്ള ഒരു സമൂഹമാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, പ്രത്യേകിച്ച് കാത്തലിക് കമ്മ്യൂണിറ്റി. അതുകൊണ്ട് കത്തോലിക്ക സമൂഹത്തിലെ വേട്ടയാടാനുള്ള ഒരു ചർച്ചയായിട്ട് മുമ്പോട്ട് പോയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്കൊരു താല്പര്യമില്ല. പക്ഷേ വിഷയത്തിൽ അധിഷ്ഠിതമായിട്ട് ചർച്ച ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ഇതിൽ ക്രിസ്ത്യൻ സമൂഹം മാത്രമല്ല, ഇവിടുത്തെ എല്ലാ SNDP ആയാലും മുസ്ലിം കമ്മ്യൂണിറ്റി ആയാലും മറ്റു ഹൈന്ദവ സമൂഹം ഒക്കെ നമ്മുടെ കേരളത്തിന്റെ നവോത്ഥാന മേഖലകളിലും എന്താ പറയുക ഉയർച്ചയ്ക്ക് വലിയ സംഭാവന നൽകിയിട്ടുള്ള ഒരു സമൂഹം നമ്മുടേത്. അപ്പൊ പിള്ളേരുണ്ടാക്കുന്ന രീതിയിലേക്ക് ചർച്ച പോരുന്നു. പിന്നെ PC ജോർജ് പറഞ്ഞ ജൽപ്പനങ്ങൾക്ക്, ശുദ്ധ അസംബന്ധങ്ങൾക്ക് കുടപിടിക്കുക എന്ന് പറയുന്നത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ഒരിക്കലും യോജിച്ചതല്ല. ഞാൻ നിങ്ങളോട് 1-2 ഉദാഹരണങ്ങൾ പറയാം. ജാർഖണ്ഡ് എന്ന് പറഞ്ഞ സംസ്ഥാനത്ത് നിന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിലേക്ക് ഒരു മുസ്ലിം യുവാവും ഒരു ഹിന്ദു പെൺകുട്ടിയെ അഭയം തേടി ഉത്തരവാദിയോ അവിടെ അവർ തമ്മിലുള്ള പ്രണയ സാഫല്യത്തിന് ഒരു വിവാഹത്തിലെത്താൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ കായംകുളത്ത് വന്നപ്പോൾ കായംകുളം ജാതി ഭേദമന്യേ അവരെ സ്വീകരിക്കുകയും പോലീസ് ഒത്താശ കൊടുക്കുകയും അതുപോലെ തന്നെ അവർ ഹൈക്കോടതി അവർക്ക് സംരക്ഷണം നൽകുകയും ചെയ്ത ഒരു സംസ്ഥാനമാണ് കേരളം. എന്തുകൊണ്ടാണ്? ആർക്കും തങ്ങളുടെ പ്രണയവും തങ്ങളുടെ ജീവിതത്തിനും വേണ്ടിയിട്ട് ഒന്നിക്കാനുള്ള അവസരം ഭരണം നൽകുന്നത് ഏറ്റവും 1-ാം സ്ഥാനത്ത് സുരക്ഷിതം കിട്ടുന്ന സംസ്ഥാനമായതുകൊണ്ടാണ്. അതുപോലെ ഒരു ഉദാഹരണം തടയരുത്. കഴിഞ്ഞത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കണ്ണൂർ ജില്ലയിലെ വളപട്ടണത്ത് ഒരു മുസ്ലിം പെൺകുട്ടിയും ഒരു ഹിന്ദു യുവാവും തമ്മിൽ വിവാഹം നടന്നു. അവർ പ്രണയത്തിലായിരുന്നു. അവർക്ക് അവർ പോലീസ് അഭയം പ്രാപിച്ചു. അവര് അതിനുശേഷം വിവാഹിതരായി. അവരുടെ തന്നെ ഒരു ഓഡിയോ പുറത്തു വന്നു പറഞ്ഞു അവരെ ബുദ്ധിമുട്ടിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഈ കേരളീയ സമൂഹം അവർക്കൊക്കെ പിന്തുണ നൽകും. എന്നാൽ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു നാമകരണത്തിലൂടെ കേരളത്തിലെ പ്രബുദ്ധമായിട്ടുള്ള ഒരു സമൂഹത്തിനെ, ഒരു സമുദായത്തിനെ എന്താ പറയുക ഒരു ഫോബിയുടെ പേരിൽ കോർണറിലാക്കിക്കൊണ്ട് എന്താ പറയുക കേരളത്തിൽ കുറെ നാളുകളായിട്ട് ചർച്ച നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ വ്യാജ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്. അതിലെനിക്ക് അടിസ്ഥാനപരമായിട്ട് പറയാൻ ഒരു കാര്യമുണ്ട്. എന്താ വെച്ചാൽ ഈ ആരോപണങ്ങൾ പുറത്തു വന്നപ്പോൾ സുപ്രീം കോടതിയിലേക്ക് കേസ് പോയി. നമ്മുടെ ബഹുമാനപ്പെട്ട കേന്ദ്ര സർക്കാർ NIA-യുടെ പോലും പോലീസിന്റെയും ഒക്കെ അന്വേഷണത്തിന് ശേഷം പാർലമെന്റിൽ ചോദ്യത്തിന് മറുപടി പറഞ്ഞു ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു സംഭവം രാജ്യത്തില്ല, പ്രത്യേകിച്ച് കേരളത്തില്ല, അങ്ങനെ ഒരു തെളിവില്ല. അത് സുപ്രീം കോടതിക്ക് അതിന്റെ അഭിനവിച്ച് സമർപ്പിച്ചു. സുപ്രീം കോടതി ഇതിനെ സർക്കാരിന്റെ നിലപാട് യോജിക്കുകയും ഇന്ത്യയിൽ ലവ് ജിഹാദ് ഇല്ല എന്ന് പറയുകയും ചെയ്തു. ഈ ഒരു നിയമവ്യവസ്ഥയുള്ള രാജ്യത്ത് ഇങ്ങനൊരു പേര് പറഞ്ഞുകൊണ്ട് ഒരു സമൂഹത്തിനെ മുഴുവനും അടച്ചാക്ഷേപിക്കുന്നതിനോട് ആർക്കും യോജിക്കാൻ പറ്റുന്നില്ല. ഞാനൊക്കെ ഇതിനെതിരെ ശക്തമായ രീതിയിൽ മാധ്യമങ്ങളിൽ പ്രതികരിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ ആലോചിക്കണം, പാലായിൽ വെച്ച് നടന്ന കാത്തലിക് കമ്മ്യൂണിറ്റിയുടെ ഒരു സ്നേഹ സംഗമത്തിൽ PC ജോർജ് മാത്രമല്ല പങ്കെടുത്തത്. പാലായിലെ MLA, പൂജാർ MLA, കടിച്ചിരുത്തൽ MLA ഉൾപ്പെടെയുള്ള സമുന്നതരായ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത അവരാരും ഈ രീതിയിലുള്ള ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല. ഇദ്ദേഹം അത് പറഞ്ഞു. ഇദ്ദേഹം ലൂസ് സ്റ്റോക്കിന്റെ ആളാണ്. 2 തവണ മതവിദ്വേഷത്തിന്റെ പേരിൽ ജയിലിൽ കിടന്നിട്ടുള്ള ആളാണ്. രണ്ടാമത്തെ പ്രാവശ്യം അദ്ദേഹം ജയിലിൽ പോകേണ്ട സാഹചര്യം ഉണ്ടായില്ല. അദ്ദേഹം ഹോസ്പിറ്റലൈസ് ചെയ്തു. 2ലും ജാമ്യത്തിലാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആളുടെ കാര്യങ്ങൾ കേരളത്തിലെ പൊതുസമൂഹം PC ജോർജ്, സഭ, കാസ അങ്ങനെയുള്ള വാദങ്ങൾ അത് അവിടെ നിൽക്കട്ടെ. പക്ഷെ ഞാൻ താങ്കളോട് ചോദിക്കുന്നത് CPM ഇപ്പൊ PC ജോർജിന്റെ വിഷയം ആളിക്കത്തുന്നു. ഇത് ഒരു ആഴ്ചയായിട്ട് സഭയിലെ പിന്താങ്ങലുകളൊക്കെ വരുമ്പോൾ ഇടത് നേതാക്കന്മാർ ആരും ഈ വിഷയം കേട്ടതുപോലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അവിടെ പരാതിയുമായി വന്നത് യൂത്ത് ലീഗാണ്. ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല. VS അച്യുതാനന്ദൻ ഒരിക്കൽ തുറന്നുവിട്ട ഭൂതം ഇപ്പോഴും ബാധിച്ചു നിൽക്കുകയാണ് എന്നുള്ള പേടി കൊണ്ടായിരിക്കുമോ ഇടത് നേതാക്കൾ ഈ വിഷയത്തിനകത്ത് ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഇതിനകത്ത് ഇടതുപക്ഷത്തിലേക്ക് വലിച്ചു കയറ്റുന്നത്? എന്തിനാണ് എനിക്ക് മനസ്സിലാകുന്നത്? ഇതൊക്കെയാണോ നമ്മളൊരു പൊതുവായ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും
ഇടതുപക്ഷ നേതാക്കന്മാർക്ക് ഇതുപോലെയുള്ള വിവരക്കേടുകൾക്കെല്ലാം മറുപടി പറയാനാണ് സമൂഹം. ഇതേ ഇടതുപക്ഷമല്ല 2 തവണ PC ജോർജിനെ അറസ്റ്റ് ചെയ്തത്, 2 തവണ അറസ്റ്റ് ചെയ്തില്ല. അത് ഇതിനേക്കാളും ഒരു അത്യാവശ്യം ജനബന്ധനുള്ള സമയത്തല്ലേ അത് കോടതി ഇടപെട്ടിട്ടല്ലേ? കോടതി ഇടപെട്ടിട്ടാണ് ആദ്യത്തെ തവണ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തത്. ആരാ പറഞ്ഞത്? അത് പോലീസ് സ്വയം വന്ന് അറസ്റ്റ് ചെയ്ത തിരുവനന്തപുരത്താണ് വീട് വളഞ്ഞിട്ട്. അതറിയോ? ഈ വിദ്വേഷ പ്രസംഗത്തിലോ, 2 വിദ്വേഷ പ്രസംഗത്തിലോ, ഇപ്പൊ ഏറ്റവും ഒടുവിൽ നടന്ന വിദ്വേഷ പ്രസംഗത്തിനകത്ത് മാത്രമല്ല ഈ വിഷയത്തിനകത്തും പോലീസിന് ചില ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടല്ലോ. യൂത്ത് ലീഗാണ് പരാതിയുമായി കോടതിയിലേക്ക് പോകുന്നത്. കോടതി പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പോലീസിന് യാതൊരു വഴിയില്ല. അതിനിപ്പോ സർക്കാരിന് ഇടതുപക്ഷത്തിന്റെ സഹായമൊന്നും ആവശ്യമില്ലല്ലോ. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ അജണ്ട വളരെ വ്യക്തമായി കഴിഞ്ഞു. ഇത്തരം അസംബന്ധമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള വാഗ്ദാനങ്ങൾ നടത്തുകയോ ചെയ്യുന്നത് ഒരു പരിഷ്കൃത സമ്പത്ത് യോജിച്ചല്ല. അത് തന്നെയാണ് ഇടതുപക്ഷം സ്വീകരിക്കുന്നത്. 2 തവണ അയാളെ അറസ്റ്റ് ചെയ്തു. ആദ്യത്തെ തവണ ഒരു കോടതി പറയാതെ അയാളെ അറസ്റ്റ് ചെയ്തു. അതുകൂടെ എന്തെല്ലാം വാഗ്ദാനങ്ങളായിരുന്നു. PC ജോർജിനെ അറസ്റ്റ് ചെയ്തു. ഇടതുപക്ഷം അയക്കെതിരെ ഈ അറസ്റ്റിനെതിരെ ശക്തമായ നിലപാടുകൾ പറഞ്ഞല്ലേ. അപ്പൊ ഈ ഗവൺമെന്റ്, ഈ ഇടതുപക്ഷ ഗവൺമെന്റും ഇത്തരക്കാർക്ക് ജനമിത്ര പോലും നോക്കാതെ അവരെ കസ്റ്റഡിയെടുക്കുന്നത് തന്നെയാണ് കാണിച്ചവരല്ല. UDF സർക്കാരാണ് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും. അപ്പൊ അത് ഇവിടെ ചർച്ച അതല്ല. നമ്മുടെ ആ ചർച്ച എന്ന് പറയുന്നത് ലവ് ജിഹാദിനെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഞാനൊരു കാര്യം തുറന്നു പറയാം, വളരെ ഓപ്പൺ ആയിട്ട് തന്നെ പറയാം. കേരളത്തിൽ പ്രണയത്തിന്റെ പേരിൽ ചതിക്കുഴിയിൽ നടത്തുന്ന ഒരു വിഭാഗം ഉണ്ട്. അത് ഒരു തർക്കമില്ല. അത് ഇന്നും പിടിച്ചിട്ടുണ്ട്. 3 കല്യാണം പ്രണയത്തിന് പേര് കഴിച്ച ഒരുത്തനെ കുറിച്ച്. അത് മിക്കവാറും വാർത്തയുണ്ട്. 2 പേരും ഏതെങ്കിലും ജാതിപ്പെട്ടവരായിരിക്കും. അതിന്റെ പേര് അവരുടെ ലവ് ജിഹാദ് ബന്ധപ്പെടുത്താൻ പറ്റും. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം, അത് ക്ഷമയോട് കേൾക്കണം. ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എടവള സ്വദേശിയായ ഒരു റഹീം നമ്മുടെ താനൂർ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലെ സെക്കൻഡ് ഇയർ സ്റ്റുഡൻസിന് +2 വിദ്യാർത്ഥികളെ പ്രായപൂർത്തിയാകാത്ത 2 കുട്ടികളെ ഇവൻ 6 മാസം പരിചയം കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ അവൻ വളച്ച് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ കൊണ്ടുവരികയും അവിടെ മുതൽ സ്വിച്ച് ഓഫ് ആയിരുന്നു അവന്റെ ഫോൺ. ബോംബെ കൊണ്ടുപോവുകയും ചെയ്തു. അത് ചതിയാണ്. അതായത് അതിനകത്ത് എങ്ങനെയാ ലവ് ജിഹാദ് വരുന്നത്? കാരണം അതിലൊരു കുട്ടി ഇവൻ പ്രണയിച്ചെന്ന് പറയുന്ന അവകാശപ്പെടുന്ന കുട്ടി ഒരു ഇസ്ലാം മത വിശ്വാസിയായ കുടുംബത്തിന് പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാ. പോലീസിന്റെയും മുംബൈ മലയാളികളുടെ ജാഗ്രത കൊണ്ടാണ് ആ കുട്ടികളെ കിട്ടിയില്ല. ഇത് എവിടെ എത്തുമായിരുന്നു? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഈ കാണുന്നതെല്ലാം ഈ പറയുന്ന ഈ പർട്ടിക്കുലർ വാക്ക് ഉപയോഗിച്ചല്ലായിരിക്കണ്ടേ. പ്രണയ ചതിയിൽപ്പെടുത്തി പെൺകുട്ടികളെയും വിവാഹിതരായിട്ടുള്ള സ്ത്രീകളെ പോലും ചതിയിലേക്ക് കൊണ്ടുപോയി ജീവിതം തകർക്കപ്പെടുന്നു. എത്രയോ അനുഭവങ്ങൾ കേരളത്തിൽ നിത്യേന വരുന്നു. ഓക്കെ, ശരി. യെസ്, ഞാൻ തിരികെ എത്താം. ശ്രീ ഷാഫി ചാലിയം, ലവ് ജിഹാദിൽ ഒരു കേസുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു കുറ്റകൃത്യമായ ഒരു ക്രൈമായിട്ട് ഇന്ത്യൻ പീനൽ കോഡിലില്ല, ഭാരതീയ ന്യായ സംഹിതയിലില്ല. അതുകൊണ്ട് ഇതില്ല എന്നേ പറയാൻ പറ്റുകയുള്ളൂ. അതിനർത്ഥം ഇങ്ങനെ ഒരു വിഷയം ഇവിടെ നടക്കുന്നതല്ല എന്നാണ് ഈ വാദം ഉന്നയിക്കുന്നവർ പറയുന്നത്. ഇപ്പോൾ 3 കേസ് ക്രൈംബ്രാഞ്ചിന്റെ മുന്നിലുണ്ട് എന്നാണ് അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതുക്കൽ പറയുന്നത്. പുറത്ത് പറയാൻ കഴിയുന്നില്ല. ഇത് ഒറ്റപ്പെടുത്തുകയാണ് ആ കുട്ടികളുടെ വീട്ടുകാരെ. സഭാ അധ്യക്ഷന്മാർ പലതവണയായി സർക്കാരിന് മുന്നിൽ ഈ വിഷയം എത്തിച്ചിട്ടുണ്ട്. നിയമനിർമ്മാണം ആവശ്യപ്പെട്ടുണ്ട്. പറയാത്തതല്ല. അതായത് ഈ നടക്കുന്നതൊക്കെ വെറുതെയുള്ള പ്രസ്താവനകളല്ല, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം മുന്നിൽ വെക്കുകയാണ് എന്നാണ് പറയുന്നത്. കോടതി പറഞ്ഞത്, NIA പറഞ്ഞത് ഒക്കെ ഇങ്ങനെ ഒരു ക്രൈമായിട്ട് ഡിഫൈൻ ചെയ്യാൻ ഇല്ലാത്തത് കൊണ്ടാണ്, അതല്ലാതെ ഇങ്ങനെ ഒരു വിഷയം നടക്കാത്തത് കൊണ്ടല്ല എന്നാണ് പറയുന്നത്. മറുപടി. ഈ ലവ് ജിഹാദ് എന്ന ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പേര് ആരാണ് ചാർജ് ചെയ്തത്? അതൊന്ന് കണ്ടെത്തണ്ടേ. ഇന്ത്യൻ ഭരണഘടനയിലില്ല എന്ന് പറഞ്ഞു, IPC-യിലില്ല, CRPC-യിലില്ല. ഇനി പുതിയതായിട്ടുണ്ടാക്കിയ കുറെ നിയമങ്ങളുണ്ട്. ആരെങ്കിലും ഇതിനൊരു കർത്താവ് വേണ്ടേ? അല്ല ശ്രീ ഷാഫി ചാലിയം, ഞാൻ അറിഞ്ഞിടത്തോളം അത് പോലീസ് കോയിൻ ചെയ്തതല്ലേ? പോലീസ് ജസ്റ്റിസ് KT ശങ്കറിന്റെ മുന്നിൽ എത്തിയ ആ റിപ്പോർട്ടിനകത്തല്ലേ റോമിയോ ജിഹാദ് അല്ലെങ്കിൽ ലവ് ജിഹാദ് മൂവ്മെന്റ് എന്ന് ആ കേസിനകത്ത് വന്നത്? അതാണല്ലോ വളരെ കൃത്യമാണ്. ജസ്റ്റിസ് ശങ്കരൻ ഇത് സംബന്ധമായിട്ട് അദ്ദേഹത്തിന്റെ വിധിന്യായത്തിൽ ഒട്ടേറെ, അതായത് അദ്ദേഹത്തിന്റെ മുന്നിൽ ആരോപിക്കപ്പെട്ട കാര്യങ്ങൾ പലപ്പോഴും സംഘപരിവാറും കാസയൊക്കെ ജസ്റ്റിസ് ശങ്കരന്റെ നിരീക്ഷണങ്ങളായിട്ട് അത് പലയിടത്തും വ്യാഖ്യാനിക്കുന്നുണ്ട്. ജസ്റ്റിസ് ശങ്കരൻ പറഞ്ഞത് എന്റെ മുന്നിൽ എത്തിയ ആരോപണങ്ങൾ ഇന്ന കാര്യങ്ങളാണ്. ഇത് വസ്തുനിഷ്ഠമായി ഇങ്ങനൊരു സംഗതി ഉണ്ടോ എന്ന് പരിശോധിക്കണം. ആരാണ് പരിശോധിക്കുന്നത്? ജേക്കബ് പുന്നൂസിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ 14 ജില്ലാ പോലീസ് തലവന്മാരും അടങ്ങുന്ന വമ്പൻ ടീമാണ് അന്വേഷിക്കുന്നത്.
ആ അന്വേഷിച്ച് പറഞ്ഞു ഇത് ഇങ്ങനെ ഈ പേരിനെ ഇത്ര ആരാണ്, ഇങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. പിന്നെ ഈ എന്താണ് മതപരിവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ വിവാഹവുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അത് പിന്നെ ഈ ജിഹാദ് എന്ന ഒരു സാധനം എന്താ ജിഹാദിന്റെ അർത്ഥം നമ്മളിപ്പോ ഈ പ്രേക്ഷകർക്ക് മനസ്സിലാക്കണം. ജിഹാദ് എന്ന് പറഞ്ഞ എന്തോ വാളോ കുന്തോ മെഷീൻ ഗണ്ണോ എന്ന രീതിയിലാണ്. അതൊരു അറബി വാക്കാണ്. സ്വന്തം മനസ്സിലുള്ള തിന്മയോട് നടത്തുന്ന പോരാട്ടത്തിനെ അറബിയിൽ വിളിക്കുന്ന പേരാണ് ജിഹാദ്. അപ്പോൾ പ്രണയവും സ്വന്തം ശരീരത്തിലെ തിന്മകളോട് നടത്തുന്ന പിന്നെ പോരാട്ടത്തിന്റെ പേരായ അറബി വാക്കായ ജിഹാദ് ഇതെങ്ങനെ ചേർത്ത് വെക്കാൻ കഴിയാ? പ്രണയം എന്ന പറഞ്ഞ സാധനം കുറ്റകരമാണെന്ന് വിലക്കിയ ഒരു മതമാണ് ഇസ്ലാം. ഖുർആനും ഹദീസിലും അന്യ പെണ്ണിനെ നോക്കാൻ പാടില്ല, സ്പർശിക്കാൻ പാടില്ല, വിവാഹ ശേഷം നിങ്ങൾ പ്രണയിച്ചോളൂ എന്നാ പറഞ്ഞത്. അപ്പൊ പ്രണയിച്ചാൽ തന്നെ ഒരു മനുഷ്യൻ ഇസ്ലാമിൽ പോവുകയാണ്. അങ്ങനത്തെ ഒരു മതമാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ജിഹാദ് നടത്തി പ്രണയിച്ച് കൊണ്ടുവരാ എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ചു, തലയിൽ എന്തെങ്കിലും ഒരു മനുഷ്യൻ വിശ്വസിക്കുന്നത് ഏതോ ഒരു മനോരോഗിയുടെ മനോവൈകല്യത്തിന്റെ ഭാഗമായി എവിടുന്നോ ഒരു കാറ്റിൽ അപ്പൂപ്പന്താടി പോലെ പാറി വീണ് പലരുടെയും മനസ്സിൽ ഭീതി വിതച്ച ഒരു വാക്കാണിത്. നമ്മളൊക്കെ ഇനി എത്ര ഇല്ല എന്ന് നരേന്ദ്രമോദി പറഞ്ഞാലും പിന്നെ നമ്മളെ മുർമു രാഷ്ട്രപതി പറഞ്ഞാലും എല്ലാവരും പറഞ്ഞാലും അങ്ങനെ ഒന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ കുറച്ച് പേർക്കോട് സാധിച്ചിട്ടുണ്ട്. അതൊരു ടെക്നോളജിയുടെ ഒരു വിജയമാണ്. ഇനി ആദ്യം സംസാരിച്ച സുഹൃത്ത്, അദ്ദേഹം PC ജോർജിനേക്കാളും അപ്പുറത്തേക്കാണ് പഠിക്കുന്നത്. അദ്ദേഹത്തിന്റെ കയ്യിൽ 900 ചില്ലാനും നിയർലി 1000 കേസ് ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് അത്ഭുതപ്പെടുത്തുക. അതും കോവിഡിന് ശേഷം എന്നാ പറഞ്ഞത്. കോവിഡിന് ശേഷം എന്ന് പറഞ്ഞാൽ 2-3 കൊല്ലത്തിനുള്ളിൽ ഇത്ര സ്ത്രീകൾ, ക്രിസ്ത്യൻ പെൺകുട്ടികൾ ഇങ്ങനെ ട്രാപ്പിനിരയാ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ക്രിസ്ത്യൻ സമൂഹം ആലോചിക്കേണ്ട വിഷയമാണിത് അല്ലേ? ഇദ്ദേഹം പറയുന്നു, അപർണ ചോദിക്കുന്നു ഏതോ ഒന്ന് പറയാൻ പറ്റുമോ? ഇല്ലില്ല, വിക്ടിംസിന്റെ പേര് പറഞ്ഞ പ്രശ്നം. വിക്ടിമിന്റെ പേര് പറയണ്ട. ഇതിലെ പ്രതിണ്ടല്ലോ, വില്ലന്മാരെ പേര് പറയല്ലോ. അവരെ പേര് പറയാതിരുന്ന് നിങ്ങൾ ആരെയാണ് ഈ സഹായിക്കണേ? തട്ടിക്കൊണ്ടുപോയതിന്റെ പേര് പറയാം, പെൺകുട്ടികളുടെ പേര് പറയണ്ട. തട്ടിക്കൊണ്ടുപോയ ഒരുത്തണ്ടല്ലോ നിങ്ങളെ കണ്ണിൽ ജിഹാദിയായ ഈ മുസ്ലിം, ഓന്റെ പേരെടുത്ത് കൊടുക്കുക പോലീസിന്. 1000 കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ 1000 തൂക്കിലിട്, 1000 കൊണ്ടുപോയി ജയിലിലിട്. ഒരു മുസ്ലിം സംഘടന പോലും ജാമ്യത്തിലെടുക്കാൻ പോലും വരില്ല. ഇത് എന്തൊരു അപസർപ്പക കഥയാണിത്. പണ്ട് ഈ അമർ ചിത്ര കഥറി പറയുന്നത് പോലെ ഇതൊക്കെ പറയാൻ കുറച്ച് ഉളുപ്പ് വേണ്ടേ? ഇത്ര 1000 മുസ്ലിം ചെറുപ്പക്കാർ വന്ന് കണ്ണു കാണിക്കുമ്പോഴത്തേനും പോകാൻ മാത്രം അത്രയധികം പക്വതയില്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത, പിന്നെ എന്താ പറയാ, മാനസിക ബലമില്ലാത്ത പെൺകുട്ടികളാണോ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികൾ? ഇയാൾ ക്രിസ്ത്യൻ സമൂഹത്തിലെ പെൺകുട്ടികളെ നേരെ കടുത്ത ആക്ഷേപിച്ചിരിക്കുകയാണ് അല്ലേ? ഏറ്റവും നല്ല വിദ്യാഭ്യാസമുള്ള, ഏറ്റവും കൂടുതൽ മനുഷ്യനെ സെർവ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു സമൂഹമാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ ഈ ക്രിസ്ത്യൻ സ്ത്രീകൾ. എന്റെ അനുഭവത്തിൽ എന്റെ ക്ലാസ്മേറ്റുകൾ, നഴ്സസ് സംഭവം ഒക്കെ എടുക്കുക. അതൊരു ജോലി എന്ന് മാത്രമല്ല, അത് കർത്താവിലേക്ക് അനുഗ്രഹീതമായ ഭാവിയിലെ പരലോക ജീവിതത്തിൽ മുതൽക്കൂട്ട എന്ന കോൺസെപ്റ്റിൽ ജാതിയും മതവും നോക്കാതെ ആളുകളെ ട്രീറ്റ് ചെയ്യുന്ന നമ്മുടെ മാലാഖമാരോ എന്ന് പറഞ്ഞ നേഴ്സ്, ആ ജോലി സ്വയം തിരഞ്ഞെടുക്കാൻ ഏറ്റവും കൂടുതൽ മുന്നോട്ട് വന്നത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. പക്ഷേ ശ്രീ ഷാഫി ചാലിയം, അപ്പോഴും ഇതിലൊരു വല്ലാത്ത ഭീതി ഉണ്ടാക്കപ്പെടുന്നുണ്ട്. ഈ ഭീതി ഉണ്ടാക്കപ്പെടുന്നതിൽ 2 ഭാഗത്തുമില്ലേ കുറ്റം? ഈരാറ്റുപേട്ടയിൽ വെൽഫെയർ പാർട്ടിയുടെ റാലി നടക്കുന്നു, ബിഷപ്പ് ഹൗസിന് മുന്നിലേക്ക് മാർച്ച് നടത്തുന്നു. ഈ തരത്തിലുള്ള, അതായത് PC ജോർജിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് കോലം കത്തിച്ചുകൊണ്ടൊക്കെ നടക്കുമ്പോൾ ക്രൈസ്തവ സമുദായത്തിനുള്ളിൽ ആളി കത്തിക്കുന്ന ഒരു പേടിയുണ്ട്. മുസ്ലിം സംഘടനകൾക്ക്, ഈ പ്രതിഷേധവുമായി വരുന്ന മുസ്ലിം സംഘടനകൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ? അതാർക്കായിരിക്കും ഈ പ്രതിഷേധമൊക്കെ സഹായമുണ്ടാക്കുക എന്ന് പോലും മിനിമം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടാവില്ലേ? വളരെ പ്രധാനപ്പെട്ട, വളരെ കാലിക പ്രസക്തമുള്ള ഒരു ക്വസ്റ്റ്യനാണ് അപർണപ്പം ചോദിച്ചത്. വളരെ അതീവ ഗൗരവമുള്ള ഒരു വിഷയമാണ്. എന്തുകൊണ്ട് മുസ്ലിം സമുദായത്തിന് നേരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുമ്പോൾ അതിൽ ചിലത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം എന്ന് ചിലർ സംശയിച്ചു പോകാനുള്ള കാരണങ്ങളൊക്കെ സമുദായത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ചില സംഘടനകൾ തന്നെയാണ്. ഞാൻ ചോദിക്കട്ടെ, ആ പാലാ ബിഷപ്പ് നടത്തിയ പരാമർശം, ആ പരാമർശത്തോട് ഞങ്ങളെ വന്ധ്യനായ നേതാവ് PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് പത്രക്കാർ ചോദിച്ചു, എന്താ നിങ്ങളുടെ അഭിപ്രായം? അദ്ദേഹം കൊടുത്ത മറുപടി എന്താ? ഒറ്റ മറുപടിയാ,
അതൊരു ഡിബേറ്റിന് എടുക്കേണ്ട വിഷയമേ അല്ല. ഒറ്റ വാക്കാണ്, അതൊരു ഡിബേറ്റിന് എടുക്കേണ്ട വിഷയമേ അല്ല. കേരളത്തിന് അത് ഗുണം ചെയ്യില്ല. അതാണ് ലീഗിന്റെ പ്രതികരണം. എന്നാൽ അവിടേക്ക് മാർച്ച് നടത്താൻ പലരും പോയി. അപകടമാണത്. ഒരു ക്രിസ്ത്യൻ ചർച്ചിനെതിരെ ഒരു കമ്മ്യൂണിറ്റി മാർച്ച് നടത്താറിനാൽ തോന്നിവാസമാണ്, തെമ്മാടിത്തരമാണ്. അത് മുസ്ലിം സമുദായത്തിന് മൊത്തത്തിൽ ഉണ്ടാക്കിയ പരുക്ക് വലുത. ഇവന്മാരുടെ ഈ സമൂഹത്തിൽ ഇവന്മാരുടെ പ്രാതിനിധ്യം എത്രയാണ്? 2% പോലും ഇല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അതേമാതിരി ഇന്ന് വെൽഫെയർ പാർട്ടി നടത്തി എന്ന് പറഞ്ഞ ഒരു സാധനം എന്റെ സത്യത്തിൽ പെട്ടത് തെറ്റാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് ചെയ്താൽ PC ജോർജിനാണ് ഗുണം. PC ജോർജ് വഴി ജനറേറ്റ് ചെയ്യപ്പെടാൻ പോകുന്ന ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സിന് ബൂസ്റ്റിംഗ് കൊടുക്കുന്ന ഒരു നടപടിയായി പോയി നിർഭാഗ്യവശാൽ അത്. കാരണം ഇത്തരം വിഷയങ്ങൾ തെരുവിലേക്കല്ല കൊണ്ടുവരേണ്ടത്. ഇവിടുത്തെ നിയമ സംവിധാനങ്ങളുണ്ട്. ഞങ്ങൾ എന്താ ചെയ്തത്? ഞങ്ങളത് പോലീസിന് കൊടുത്തു. ഞങ്ങളത് കൊടുത്തിട്ടില്ല. എന്താ സംഭവിക്കുക? മുസ്ലിം സമുദായത്തിനെതിരെ ഇത്ര മോശമായ പരാമർശം നടത്തിയിട്ട് മുസ്ലിം ലീഗ് മുണ്ടുന്നില്ല എന്ന് പറഞ്ഞ് ഈ തീവ്ര സ്വഭാവമുള്ള സാധനങ്ങൾ പുറത്തേക്ക് വരും. അതുകൊണ്ടാണ് നിയമവിധേയമായ ഒരു രീതിയിൽ ഞങ്ങൾ അവിടെ ഒരു പരാതി കൊടുത്തു. ഈ പോലീസ് ആക്ട് ചെയ്തില്ലെങ്കിൽ, ഒരു പരാതി കൊടുത്ത് ഒരു മാസത്തിനുള്ളിൽ പോലീസ് ആക്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ജില്ലാ കോടതി സമീപിക്കാം. ഇന്ത്യ രാജ്യത്ത് ഇത്തരം സംവിധാനങ്ങളുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇന്ന് പലരുടെ ചർച്ച ഞാൻ കേട്ടിട്ടാണ് ഇതിലേക്ക് പോകുന്നത്. ഇന്ന് TG മോഹൻദാസ് ഒരു സംഘപരിവാർ പ്രതിനിധിയാണ്. അദ്ദേഹം ഇന്നൊരു സ്വകാര്യ ചാനലിൽ പറയുന്നുണ്ട്, കാന്തപുരം അബൂബക്കർ മുസ്ലിയാര് 18 വയസ്സ് കഴിഞ്ഞ പെൺകുട്ടികളെ ഉടനെ കെട്ടിച്ചു വിടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ പറയാൻ ആരുമില്ല. എന്നാൽ 24 വയസ്സ് ആയി കഴിഞ്ഞാൽ ക്രിസ്ത്യൻ കുട്ടികളെ കെട്ടിക്കണം, പെൺകുട്ടികളെ കെട്ടിക്കണം എന്ന് PC ജോർജ് പറഞ്ഞോട് കൂടി PC ജോർജിനോട് ഇതാ കേസെടുക്കാതെ. PC ജോർജിനുള്ള പരാതി 24 വയസ്സായ കെട്ടിക്കണം എന്ന് പറഞ്ഞ ആ വാക്കിനോടാണോ? ഒരിക്കലല്ലോ. ഇതിനൊക്കെ കണ്ട് മാറ്റി മറിക്കുന്ന ഒരു രീതി നോക്കൂ നിങ്ങൾ. എന്താ അതിന് 2 പരാമർശമല്ല. ഒന്ന് അപർണയോട് നടത്തിയൊരു പരാമർശമുണ്ട്. ഈ 3 എണ്ണത്തിനെ കുറിച്ച് ഈ പാനലിലുള്ള ഒരു അഭിപ്രായം, നിങ്ങളെ അഭിപ്രായം ഇരിക്കുമെന്ന് അറിയണം. ഒന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇല്ലാത്ത പെരുപ്പിച്ച ഒരു കണക്ക്. അതിലെവിടെ മതനിന്ദ എന്ന് ചോദിച്ചാൽ ലവ് ജിഹാദ് പ്രകാരം ഒരു താലൂക്ക്, മീനച്ചിൽ താലൂക്ക് മാത്രം 400 പേര് പോയി എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ സംഗതിയല്ല. അത്യന്തം ഗുരുതരമായ ഒരു സംഭവമാണ്. കേൾക്കണം. മാത്രമല്ല, ആ PC ജോർജിനെ ചുവട് പിടിച്ചുകൊണ്ട് പിന്നെ യൂട്യൂബർമാരുടെ ഒരു തള്ളോട് തള്ളാണ്. ഒരുപാട് അത് ഇങ്ങനെ പ്രക്രിയ നടക്കുകയാണ്. അത് കഴിഞ്ഞ് അവസാനം അദ്ദേഹം നടത്തിയ പ്രസംഗം കൺക്ലൂഡ് ചെയ്തതാ, ഇവിടുത്തെ ഹിന്ദു സമുദായവും ക്രിസ്ത്യൻ സമുദായവും ഒന്നിച്ചു നിൽക്കണം. മൂന്നാമത്തെ സമുദായം മുസ്ലിം എന്താ എവിടുക്കാ പോണ്ടത്? ഹിന്ദു ക്രിസ്ത്യൻ സൗഹൃദം അത് മാത്രമാണോ വേണ്ടി? ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം സൗഹൃദം വേണ്ടേ? അവിടെ എന്തിനാ മുസ്ലിമിനെ മാറ്റി നിർത്തിയത്? ഈ പൗരത്വം കൊടുക്കുമ്പോൾ മുസ്ലിമിനെ മാറ്റി നിർത്തിയത് പോലെ ഇനി മുതൽ ക്രിസ്ത്യാനികൾ, ഹിന്ദുക്കൾ. ഒരു കാര്യം കൂടി ഉണ്ട്. അത് കഴിഞ്ഞ് അപർണയുമായി ഒരു ചർച്ചയിൽ വന്നല്ലോ, ഒരു ടെലിഫോണിക് ചർച്ച. ആ ചർച്ചയിൽ അവർ എന്താണ് പറഞ്ഞ വാക്ക്? ഇന്നും ഇതാ ഒരുത്തൻ അടിച്ചു കൊണ്ടുപോയി, ഒരു ചന്ത മുസ്ലിം. ഏതാ ഈ ചന്ത മുസ്ലിം? എന്താണ് ആ പരാമർശം? അതൊക്കെ ഈ കേരളത്തിൽ നിന്ന് പറയാൻ പറ്റുന്നത് ഈ പിണറായി വിജയനോണ്ടാ. അത് തമിഴ്നാട്ടിൽ പോയി എന്ന് പറഞ്ഞു നോക്കി, സ്റ്റാലിൻ തൂക്കിയെടുത്തുകൊണ്ടുപോകും. ഞാൻ തിരികെ എത്താം. ശ്രീ ഷാഫി ശാലിയം, ഇതിനകത്ത് റിജു കാഞ്ഞുകാരൻ നമുക്കൊപ്പം. ശ്രീ റിജു കാഞ്ഞുകാരൻ, ഈ അവതരിപ്പിക്കപ്പെടുന്ന വിഷയം ക്രൈസ്തവ സമുദായത്തിന്റെ ആശങ്കയാണ്. അങ്ങനെ ഒരു ആശങ്ക ഉണ്ടെങ്കിൽ ആ ആശങ്ക പരിപൂർണമായിട്ട് അഡ്രസ്സ് ചെയ്യപ്പെടണമെന്നുള്ളതിൽ തർക്കമില്ല. അതൊരു സമുദായം മുഴുവനായിട്ട് ചിന്തിക്കുന്ന കാര്യമാണോ? ഈ കണക്കുകൾ എടുത്തു വെച്ചുകൊണ്ട് അഡ്വക്കേറ്റ് ജസ്റ്റിൻ പറയുന്നത് ഈ കണക്കുകൾ ഉണ്ട്, ഈ കണക്കുകൾ സഭയുടെ അധ്യക്ഷന്മാർക്കറിയാം, സഭ ഇത് സർക്കാർ വൃത്തങ്ങളെ അറിയിച്ചതാണ്, നിയമനിർമ്മാണം ആവശ്യപ്പെട്ടതാണ്, അതുണ്ടാകുന്നില്ല, നിസ്സഹായരാണ്, ഹെൽപ്ലെസ് ആണ്, ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നൊരു ആശങ്കാകുലത സഭയ്ക്കുണ്ട്, സഭയുടെ മേൽത്തട്ടിലുണ്ട് എന്നാണ് പറയുന്നത്. സമുദായത്തിന് ആ ആശങ്കയുണ്ടോ? ജസ്റ്റിൻ പള്ളിവാതുകൾ പറഞ്ഞ ഈ ആശങ്ക ശുദ്ധ അസംബന്ധം എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുള്ളൂ. ഞാൻ ഈ വിഷയത്തിൽ തൊട്ടു മുമ്പ് സംസാരിച്ച ഷാഫി ചാലിയം പറഞ്ഞ കാര്യത്തോടാണ് ഞാൻ യോജിക്കുക. കാരണം അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഈ 4 വർഷത്തിനിടയ്ക്ക് 1000-ഓളം പെൺകുട്ടികൾ ഇങ്ങനെ ചതിയിൽപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന പെണ്ണുങ്ങൾക്ക്, ഈ ജസ്റ്റിന്റെ അടക്കമുള്ള പെങ്ങന്മാർക്കും അമ്മമാർക്കുമാണ് നാണക്കേട്. ഏതെങ്കിലും മുസ്ലിം പയ്യൻ കൈയും കാലും കാണിച്ചാൽ പോകാൻ ഞങ്ങൾ റെഡിയായി നിൽക്കുകയാണ് എന്ന് പൊതുസമൂഹത്തോട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്ത ഒരു വ്യക്തി വിളിച്ചു പറയുന്നതിന് തുല്യമാണത്. PC ജോർജിനെ പോലെ വിടുവായുത്തം പറയുന്ന ഒരു വ്യക്തി, മീനച്ചൽ താലൂക്കിൽ നിന്ന് മാത്രം 400 വ്യക്തികൾ പോയി, സ്ത്രീകൾ പോയി എന്ന് പറയുമ്പോൾ
എന്തുകൊണ്ട് ഈ പറഞ്ഞ പോലെ അത് ഒരു പോലീസ് കേസായോ അല്ലെങ്കിൽ ഒരു പരാതിയായോ കൊടുത്തില്ല? ഞങ്ങൾ ലവ് ജിഹാദ് എന്ന വാക്ക്, ലവ് വിത്ത് ജിഹാദ്, ജിഹാദ് എന്ന വാക്ക് തന്നെ ലക്ഷ്യം വെക്കുന്നത് മറ്റൊരു കമ്മ്യൂണിറ്റിയെ ആണെന്ന് മനസ്സിലാക്കാൻ അരിയാകാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം ഏത് കമ്മ്യൂണിറ്റിയെയാണ് ആ വാക്ക് ഉദ്ദേശിക്കുന്നത്. ലവ് ജിഹാദ് എന്ന വാക്കുകൊണ്ട് ആരെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്? പാലാ ബിഷപ്പ് പറഞ്ഞപ്പോഴും ഞങ്ങൾ ഇത്തരത്തിൽ ചർച്ചകളിൽ പറഞ്ഞതാണ്. പാലാ ബിഷപ്പിന് എന്തുകൊണ്ട് ഇത് സഭയല്ല ഭരണ നേതൃത്വത്തിന് മുന്നിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല? അവർ പറഞ്ഞാൽ നടപടി എടുക്കാത്ത ഒരു ഭരണ നേതൃത്വമാണോ ഇവിടെ ഉള്ളത്? കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും ഒരു സഭയെ റെപ്രസെന്റ് ചെയ്ത് ഇത്തരത്തിലുള്ള ആശങ്കകൾ പങ്കുവെച്ചാൽ അതിന് കൃത്യമായി തെളിവുകൾ നൽകിയാൽ 100% ഞാൻ വിശ്വസിക്കുന്നു അതിന് കൃത്യമായ നടപടി ഉണ്ടാകും. കാരണം നീതിപൂർവമല്ലാത്ത കാര്യങ്ങളിൽ പോലും സഭ ഇടപെട്ട് അതിന്റെ അനാവശ്യമായ പോലീസ് ഇടപെടലും സർക്കാർ ഇടപെടലും നടത്തിക്കുന്ന സഭാ നേതൃത്വമാണ് ഇന്ന് ഇത്തരത്തിലുള്ള ആശങ്ക അവിടെ ഇവിടെയൊക്കെ നിന്ന് തിരിച്ചു പറയില്ല. അതായത് പള്ളിയിൽ നിന്ന് പ്രസംഗിക്കുന്ന മെത്രാന് എന്ത് പറയാം, കാരണം അവരോട് തിരിച്ചു ചോദ്യം ചോദിക്കാൻ വിശ്വാസിക്ക് കഴിയില്ല. അത്തരത്തിൽ അവർക്ക് റേഡിയോ പോലെ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുകയും അതിന് തിരിച്ചു ഒരാൾ ചോദ്യം ചോദിക്കില്ല എന്ന ഉത്തമ ബോധ്യത്തിൽ എന്തും വിളിച്ചു പറയുന്ന ഒരു സഭാ നേതൃത്വം. ഇവരൊക്കെ ഏത് ലോകത്താണ്? ഇത് ഈ 21ാം നൂറ്റാണ്ടിൽ കേരള സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഇവിടെ ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്? പി.സി. ജോർജ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. പക്ഷേ സഭാ നേതൃത്വം അതിനെ പിന്താങ്ങുന്നത് എന്തർത്ഥത്തിലാണ് എന്ന് എനിക്ക് സംശയമുണ്ട്. പി.സി. ജോർജ് ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് ഈ ചർച്ചകൾ മുന്നോട്ട് പോവുക. എന്നാൽ പി.സി. ജോർജ് ഉദ്ദേശിക്കുന്നത് എന്താണ്? ക്രൈസ്തവ കമ്മ്യൂണിറ്റിയിൽ ഒരു സംഘപരിവാറിന് കടന്നു കയറാവുന്ന ഒരു വിള്ളൽ ഉണ്ടാക്കണം. അത് തന്നെയാണ് പി.സി. ജോർജ് ഉദ്ദേശിച്ചത്. അല്ല, ശ്രീ റിജു കാജുകാരൻ, ഈ ക്രൈംബ്രാഞ്ച് ഒക്കെ 2-3 കേസുകൾ ഈ മതപരിവർത്തനം അടക്കം മെൻഷൻ ചെയ്തുകൊണ്ട് കേസുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഈ കുട്ടികളുടെ ഭാവി പ്രശ്നമാകുന്നു, ഇവരെ ഒറ്റപ്പെടുത്തുന്നു, അതുകൊണ്ട് ഈ മാധ്യമ വിചാരണയിലൂടെ കടന്നു പോകേണ്ടതായി വരുന്നു. കുറെ വർഷമായിട്ട് ഉന്നയിക്കപ്പെടുന്ന ഒരു വിഷയം, അതിനകത്ത് ആശങ്കകളുണ്ട് എന്ന് പറയുന്നത് രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണ് എന്ന് പറയാൻ കഴിയുമോ? അതല്ലാതെ ഞാൻ ഈ പറയുന്നതിലും ശുദ്ധ പോഷത്തരമല്ലേ? ഞാൻ പറഞ്ഞ ഇതൊക്കെ എന്താ, ആരോടാണ് പറയുക? 1000 പെൺകുട്ടികൾ ഈ 4 വർഷത്തിടയ്ക്ക് ഈ കോട്ടയം ഭാഗത്തുനിന്ന് പോയി എറണാകുളം അതിരൂപതയുടെ വിശ്വാസ സമൂഹത്തിനെ റെപ്രസെന്റ് ചെയ്ത് വിശ്വാസികളുടെ അല്ലെങ്കിൽ അൽമായരുടെ നേതൃത്വ രംഗത്ത് കഴിഞ്ഞ 30 വർഷമായി സജീവമായി നിൽക്കുന്ന ആളാണ് ഞാൻ. എന്റെ രൂപതയിൽ എനിക്കറിയാം എത്ര കുട്ടികൾ മുസ്ലിം സമുദായത്തിലേക്ക് പോയിട്ടുണ്ടാവാം, എത്ര കുട്ടികൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവും, എത്ര കുട്ടികൾ ഹിന്ദുക്കളെ കല്യാണം കഴിച്ചിട്ടുണ്ടാവും, എത്ര കുട്ടികൾ ഹിന്ദുക്കൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവും. ഇതൊക്കെ നാച്ചുറൽ ആയിട്ട് ഈ 21ാം നൂറ്റാണ്ടിൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങളാണ്. അതിനെയൊക്കെ ജിഹാദ് എന്ന പേരിട്ട് വിളിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു ജിഹാദിയാണ്, ജിഹാദ് എന്ന വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, ജിഹാദിയാണ് പി.സി. ജോർജ്. പി.സി. ജോർജിന്റെ മോൻ പോയി ഒരു ഹിന്ദു പെൺകുട്ടിയല്ലേ കല്യാണം കഴിച്ചത്. ആ പെൺകുട്ടിയെ മാമോദിസ മുക്കിയാണ് ഇങ്ങോട്ട് കല്യാണം കഴിച്ചത്. എന്തുകൊണ്ട്? അവർക്ക് ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ തുറന്നുകൂടായിരുന്നു. അപ്പൊ പി.സി. ജോർജ് തന്നെ ഒരു ജിഹാദിയാണെന്ന് സ്വയം സമ്മതിക്കുകയല്ലേ? അപ്പൊ അതുകൊണ്ട് ഈ ജിഹാദി എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ ക്രൈസ്തവ കമ്മ്യൂണിറ്റിയിൽ ഒരു വിള്ളൽ ഉണ്ടാക്കി സംഘപരിവാർ സ്പോൺസേർഡ് സംഘടനയായ കാസയെ ഉപയോഗിച്ച് തനിക്ക് ഇപ്പോൾ വേരുകളില്ല, അതായത് ജനപിന്തുണ ഇല്ല എന്ന് 100% ബോധ്യമുള്ള പി.സി. ജോർജ് അടുത്ത ഇലക്ഷൻ വരുമ്പോഴേക്കും അതിനുള്ള കളമൊരുക്കുകയാണ്. അതിനെ പിന്തുണയ്ക്കാൻ സഭാ നേതൃത്വം ഇത്ര വിവേകമില്ലാതെ എടുത്തു ചാടി ഒരു പ്രസ് റിലീസുമായി ഇറക്കിയതിനെ ഞങ്ങൾ അപലപിക്കൂ. ഞങ്ങൾ അന്ന് തന്നെ അപലപിച്ചിരുന്നു, ഇപ്പോഴും ഞങ്ങൾ അതിനെ അപലപിക്കുകയാണ്. കാരണം സഭയെ പോലെ ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വ രംഗത്തുള്ളവർ ഇത്തരത്തിലുള്ള വിടുവായുത്തങ്ങൾക്ക് മറുപടി പറയാൻ, അതിന് പിന്തുണ കൊടുക്കാനെല്ലാം ചെയ്യേണ്ടത്. അവരുടെ കയ്യിൽ കൃത്യമായ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടെങ്കിൽ അതിന് കൃത്യമായ അന്വേഷണ ഏജൻസികൾ കൈമാറണം. അതിന് പെൺകുട്ടിയുടെ പേരൊന്നും വേണമെന്നില്ല. ഞാൻ എന്താ പറഞ്ഞല്ലോ, ആൺകുട്ടികളുടെ പേര് വെച്ച് ചെയ്യാലോ. ഇവരുടെ ഇത്ര കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഞങ്ങൾ ഇന്ന കുട്ടികളെ രക്ഷിച്ചു, ഇപ്പോഴും അത് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേറ്റ അന്വേഷണ ഏജൻസികളെ ഏൽപ്പിച്ച് അതുമായി മുന്നോട്ട് പോകണമായിരുന്നു. അല്ലാതെ പള്ളിയകത്ത് നിന്നുകൊണ്ട് ലവ് ജിഹാദിനെ പേടിക്കണം, മറ്റേ അതിനെ പേടിപ്പിക്കണം, ഇതിനെ പേടിക്കണം എന്ന് പറയല്ല വേണ്ട. അതിന് വേണ്ട കളം ഒരുക്കി നീതിപൂർവമായ അന്വേഷണം നടത്താനുള്ള സാഹചര്യം ഒരുക്കുകയാണ് ഇവർ ചെയ്യേണ്ടത്. ഇവർ അത് ചെയ്തില്ല എന്ന് മാത്രമല്ല, ഇവിടത്തെ സമൂഹത്തെ കമ്മ്യൂണിറ്റിക്കുള്ളിൽ ഒരു വിള്ളൽ വരുത്തിക്കൊണ്ട് ഇവിടെ ഞങ്ങളുടെ പെൺകുട്ടികളെ മുഴുവൻ ആരൊക്കെയോ കൊണ്ടുപോകുന്നു എന്ന് വരുത്തുന്ന ഒരു ഭീതി പടർത്തി അതിനു വേണ്ടി ഇവിടുത്തെ ക്രൈസ്തവ കമ്മ്യൂണിറ്റിയിൽ വിള്ളൽ വരുത്തി ഒരു രാഷ്ട്രീയമായ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ നടത്തുന്നു.
ഇതിനെ ശക്തമായി പ്രതിരോധിക്കുക ഓക്കെ 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 ശരി, ഞാൻ തിരികെത്താം. സർ, അഡ്വക്കേറ്റ് ജസ്റ്റിൻ, താങ്കൾ ഒരാളാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ കൂടുതൽ സമയം താങ്കൾ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെ ഒരു ആശങ്ക ഈ സമുദായത്തിനകത്തുണ്ട് എന്ന് താങ്കൾ പറയുമ്പോൾ, ഈ പറയുന്ന പോലെ പെൺകുട്ടികളുടെ പേരുകൾ പറയേണ്ട, അവരുടെ ഡീറ്റെയിൽസ് പറയേണ്ട, പക്ഷേ ആ 5 വർഷം കൊണ്ട് 1000 പ്രതികളാണ്. ഈ 1000 പ്രതികളുടെ ഡീറ്റെയിൽസ് അന്വേഷണ ഏജൻസികൾക്ക് കൈമാറണ്ടേ? ഇതൊരു അത്രയും ആശങ്ക, താങ്കൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇതൊരു ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണ്. അതിൽ ഉന്നതതല അന്വേഷണം വേണമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ അങ്ങനെ ഒരു അന്വേഷണത്തിന് വളമിടണമെന്നുണ്ടെങ്കിൽ പോലും ആ തരത്തിലുള്ള ഒരു ഇനിഷ്യേറ്റീവ് അതിനകത്ത് ഉണ്ടാവണ്ടേ? അതല്ലാതെ ആരോപണങ്ങൾ മാത്രമായി നിൽക്കുകയാണെങ്കിൽ ഈ പ്രശ്നം ഏത് തരത്തിൽ പരിഹരിക്കാൻ കഴിയും? ഇതിന് ഒരു അവസാനം എങ്ങനെ ഉണ്ടാകും എന്നാണ് താങ്കളടക്കമുള്ള ക്രൈസ്തവ സമുദായങ്ങൾ ആലോചിക്കുന്നത്. പ്രതികളുടെ പേരുകളെങ്കിലും പുറത്തുവിടുകയോ അതല്ലെങ്കിൽ അന്വേഷണ ഏജൻസികൾക്കെങ്കിലും ആ ഡീറ്റെയിൽസ് കൊടുക്കുകയോ വേണ്ടേ? അപ്പം എന്ത് ചോദ്യമാണ് അങ്ങ് ചോദിക്കുന്നത്? അവര് ഇതിനകത്ത് ചർച്ചയ്ക്ക് വന്നിരിക്കുന്നവര് ചോദിക്കുന്നവരുടെ വിവരക്കേട് അങ്ങ് റിപ്പീറ്റ് ചെയ്യരുത്. കാരണം ഈ വിവരക്ക് ഈ ആൺകുട്ടികളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൺകുട്ടികൾ എന്താ പ്രതിമയാണോ പ്രേമിച്ചത്? ഈ ആൺകുട്ടികൾ എന്താ മാനത്തെയാണോ പ്രേമിച്ചത്? ആകാശ നക്ഷത്രത്തെയാണോ പ്രേമിച്ചത്? അവിടെ ഒരു വിക്ടിം വേണ്ടേ? ആ വിക്ടിമിനെ അന്വേഷിച്ചുകൊണ്ട് ആ വിക്ടിമിന്റെ അടുത്ത് തെളിവ് കിട്ടാതെ, ആ വിക്ടിമിന്റെ പുറകെ ഇൻവെസ്റ്റിഗേഷൻ പോകാതെ, ആ വിക്ടിമിന്റെ പുറകിലെ വീട്ടിൽ 4 ദിവസം പോലീസ് വേണ്ടി പോയി നിൽക്കാതെ എങ്ങനെയാണ് ഈ ആൺകുട്ടിയുടെ പ്രതിയായി ചേർക്കപ്പെടുന്നത്? അങ്ങനെ ഈ പെൺകുട്ടികളെ മുന്നിൽ കൊണ്ടുപോയി നിർത്തി തെളിവ് കൊടുക്കാതെ ഈ ആൺകുട്ടിയെ മാത്രം ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ നാളെ അവരുടെ ഭാഗത്തു നിന്ന് വരുന്ന എന്താണ് പറയാ ഡിഫമേഷൻ അടക്കമുള്ള നടപടികളെ നേരിടാൻ ആര് തയ്യാറാകും? ഇതെന്ത് വിവരക്കാരാ ചോദിക്കുന്നത്? ശ്രീ അഡ്വക്കേറ്റ് ജസ്റ്റിൻ, നിയമപരമായിട്ടൊന്നും ചെയ്യാതെ പിന്നെ എന്ത് നടപടിയിലേക്ക് കടക്കാൻ കഴിയും? ഞാൻ പറയാം, ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് എനിക്ക് 1-2 കാര്യങ്ങളിൽ മറുപടി പറയാനുണ്ട്. ഒന്ന്, അപർണ ശ്രീ റിജുവിനോട് ചോദിച്ചു തുടങ്ങിയപ്പോൾ അതിനകത്ത് സഭാധ്യക്ഷന്മാർക്ക് അറിയാമെന്ന് ഞാൻ പറഞ്ഞായിട്ട് പറഞ്ഞു. ഇല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇത് എന്റെ കയ്യിലുള്ള കണക്കുകൾ പൂർണ്ണമായിട്ട് സഭാധ്യക്ഷന്മാർക്ക് അറിയണമെന്നില്ല. അതാത് മേഖലകളിലുള്ളവരെ അവരുടെ ദേശത്തുള്ള കണക്ക് അറിയിച്ചിട്ടുണ്ട്. അല്ല, ടോട്ടൽ കണക്കൊന്നും അവർക്കറിയാം. സഭാധ്യക്ഷന്മാർ അത് ഓൺ ചെയ്തു എന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. സഭാ നേതൃത്വം അത് ഓൺ ചെയ്തു എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ റിജു, ഞാൻ ഇടപെട്ടില്ല, ഞാൻ പറയട്ടെ. ഞാൻ ആ സമയത്ത് പോലും ക്ഷമിച്ചിരുന്നു, ഞാൻ മിണ്ടാതിരുന്നു. ഇനി 2, ഞാൻ ഒരിക്കലും ഈ 927 കുട്ടികളെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടില്ല. ഇത്തരത്തിലുള്ള കെണികളിൽപ്പെട്ട് കൊണ്ടുപോകാൻ വേണ്ടി ചൂണ്ടയിട്ട് വലയ്ക്കകത്ത് കയറ്റിയവരെ വല പൊട്ടിച്ച് പുറത്തു കൊണ്ടുവന്നെന്ന് അഭിമാനത്തോടെ ഞാൻ പറഞ്ഞത്. ആ കഷ്ടപ്പാട് എനിക്ക് നഷ്ടപ്പെട്ടത് 36 പേരാ. ആ 36 കുടുംബത്തിന്റെ വേദനയും കൂടി ഉണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ആ 36 കുടുംബങ്ങൾ, അത് നാളെ റിജുവിന്റെ കുടുംബത്തിനോ എന്റെ കുടുംബത്തിനോ അല്ലെങ്കിൽ ഇതിൽ കേൾക്കുന്നവരുടെ കുടുംബത്തിനോ ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ളൊരു വേദന എനിക്കുണ്ട്. കാരണം ഇതിനകത്ത് കഷ്ടപ്പെടുമ്പോൾ ഒരാളെ കൊണ്ടുവരണമെങ്കിൽ 5, 8, 10 ദിവസം ഈ കുഞ്ഞുങ്ങളുടെ പുറകെ നടന്ന് അവർക്കുണ്ടായിരിക്കുന്ന ഊണ്ടുകള്, അവരുടെ മുറിവുകള്, അവർക്കുണ്ട് ഹൃദയത്തിലേറ്റിരിക്കുന്ന, മനസ്സിലേറ്റിരിക്കുന്ന, ശരീരത്തിലേറ്റിരിക്കുന്ന മുറിവുകള് എത്രയോ സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തി റീഹാബിലിറ്റേഷൻ കൊടുത്ത് ട്രീറ്റ്മെന്റ് നടത്തി അവരെ അവരുടെ വിദ്യാഭ്യാസത്തിലേക്കും തൊഴിലേക്കും കൊണ്ടുവരാൻ വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെടുന്നതെന്നറിയോ? ഇത് ഞാൻ മാത്രമല്ല, ഇതിന് പുറകിൽ ഒത്തിരി പേര് കഷ്ടപ്പെടുന്നുണ്ട്. വലിയ സംവിധാനങ്ങളുണ്ട്. ആ കഷ്ടപ്പെടുന്നവരുടെ എല്ലാം അധ്വാനത്തിന്റെ ഫലമായിട്ട് നമുക്ക് അഭിമാനത്തോടെ, അതുകൊണ്ട് ഞാൻ പറയാണ്, അഭിമാനത്തോടെ ഞാൻ പറയുന്നത് ഈ 927, അല്ലാതെ ക്രൈസ്തവ സമൂഹത്തെ നിന്ദിച്ചുകൊണ്ടല്ല, തിരിച്ച് കിട്ടുന്നുണ്ട് എന്ന് ഒരു പ്രത്യാശ കൂടെ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത്. ഇനി 2, ചർച്ചയിലിരിക്കുന്ന എല്ലാവരോടായിട്ട് ഞാൻ ഒരിക്കലും സംഘപരിവാരകാരനല്ല. ഷാഫി ചാലിയാണെങ്കിലും ഞാൻ സംഘപരിവാരകാരനാണെന്നൊരു ഒരു ചിന്തയിൽ ചായവില് പറയണ്ട. ഞാൻ ഒരിക്കലും സംഘപരിവാരകാരനല്ല. സംഘപരിവാര നടപടികളെ എതിർക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് ഞാൻ വേറെ ഒരാളുടെ അനുഭവം പറഞ്ഞില്ല. ഞാൻ PC ജോർജിന്റെ കാര്യം പറഞ്ഞില്ലല്ലോ. PC ജോർജിന്റെ അനുഭവം എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും എനിക്കറിയത്തില്ല. അത് അദ്ദേഹത്തോട് എനിക്ക് ചോദിക്കാം. ഞാൻ എന്റെ അനുഭവം പറഞ്ഞത്, ഞാൻ അതിനുവേണ്ടി തന്നെ ഓടുന്നയാളാം. ഇനി റിജു എന്നോട് പറഞ്ഞു അദ്ദേഹത്തിന്റെ നാട്ടില്, അദ്ദേഹത്തിന്റെ രൂപത ഉൾപ്പെടുന്ന എറണാകുളത്ത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ രക്ഷിച്ചെടുത്ത ഒരു കുട്ടിയുടെ കാര്യം ഞാൻ പറയാം. ഇതേപോലെ കെണിപ്പെടുത്തിയ ആ കെണിപ്പെടുത്തി കഴിഞ്ഞ് അവന്റെ കൂടെ ഡ്രഗ് ക്യാരിയറായിട്ട് മാറ്റി, ആ ഡ്രഗ് ക്യാരിയറായ കുട്ടിയെ ഡ്രഗ് അടക്കം പിടിച്ച് കൈമിട്ട് ആ കുട്ടിയെ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് എന്തുമാത്രം കഷ്ടപ്പെടുന്നറിയും. അവസാനം ഈ കുട്ടീനെ രക്ഷിച്ച് പുറത്തിറക്കി ബെയിലെടുത്ത് പുറത്തു കൊണ്ടുവന്നു കഴിഞ്ഞപ്പോ പറയുന്നത്, അവളെ ഞാൻ സ്വീകരിക്കാം, അവൾ എന്റെ കൂടെ വന്ന് ജീവിച്ചോട്ടെ, പക്ഷെ അവള് എന്റെ വീട്ടിലേക്ക് വരണമെങ്കിൽ, എന്റെ കുടുംബത്തിലേക്ക് വരണമെങ്കിൽ കുടുംബക്കാരൊക്കെ ഇച്ചിരി മതപരമായ കാഴ്ചപ്പാടുള്ളവരാ, അതുകൊണ്ട് മതം മാറണം. ഈ കുട്ടിയുടെ ജീവിതം മുഴുവൻ തകർത്ത് ഇതിനെ കൊണ്ട് ക്രിമിനൽ കേസിന് പെടുത്തി ഇതിനെ ആക്കിയിട്ട് അവിടെയാണ്
ചില സാങ്കേതിക വിഷയങ്ങൾ അഡ്വക്കേറ്റ് ജസ്റ്റിനിലേക്ക് നമുക്ക് എത്തുകയും വേണം. ആ പ്രധാനപ്പെട്ട പോയിന്റുകൾ അദ്ദേഹത്തിലേക്ക് കണക്ട് ചെയ്യപ്പെടും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഉള്ളത്. ഞാൻ ശ്രീ റെജിലുക്കോസ് ഇതിൽ നിയമപരമായിട്ടുള്ള ചില വിഷയങ്ങളിലുള്ള ഒരാശങ്കയുണ്ട്. അതൊരു സമുദായത്തിന്റെ ആശങ്കയാണല്ലോ. അത്തരം ഈ കണക്കുകൾ മുന്നിൽ വെച്ച നിയമ നടപടികളുമായി പോയാൽ ഇത്രയും കുട്ടികൾക്ക് 1000 പ്രതികൾ മാത്രമല്ല 1000 ഇരകളുമുണ്ട്. ഈ 1000 ഇരകൾക്ക് എന്ത് സംഭവിക്കും എന്നുള്ളൊരു വിഷയമുണ്ട്. അപ്പോൾ പിന്നെ ഈ പന്തുള്ളത് ആരുടെ കോർട്ടിലാണ്? അത് സംസ്ഥാന സർക്കാരിന്റെ കോർട്ടിലാണ്. കൃത്യമായിട്ടുള്ള ചില ചർച്ചകൾ നടത്തുക. ഇത്തരം ആശങ്കകളുണ്ടെങ്കിൽ അതിലൊരു നിയമനിർമ്മാണമാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ അതിലേക്ക് കടക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം. വളരെ ഇത് വിട്ടുകളയാതെ ഇതിന്റെ കാതലായിട്ടുള്ള ചില വിഷയങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിൽ നിന്ന് മാറി നിൽക്കുകയാണ് സംസ്ഥാന സർക്കാർ എന്നുണ്ടോ? പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ള അല്പസമയം തന്നെ. ഇപ്പൊ 2 പ്രായപൂർത്തിയായ ഒരു പുരുഷനും സ്ത്രീക്കും ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന രീതിയിലുള്ള വിവാഹം കഴിക്കാൻ പാടില്ല നിയമനിർമ്മാണം ഉണ്ടാക്കാൻ പറ്റും. നമ്മളെന്നെ ഏതെങ്കിലും ഏകാധിപതിയുടെ രാജ്യത്ത് ജീവിക്കും. അങ്ങനെയുള്ള ഏകാധിപതിയുടെ രാജ്യത്ത് പോലും ഇങ്ങനെ ഒരു തീരുമാനമില്ല. തന്നെയല്ല 2017 സുപ്രീം കോടതിയിൽ ഒരു സുപ്രധാന വിധിയുണ്ട്. ലിവിംഗ് ടുഗദർ ആയിട്ട് പോലും ഈ രാജ്യത്ത് ജീവിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ഇനി മറ്റൊരു കാര്യത്തോട് പറയാം, അത് ഈ ചർച്ചയെ പറഞ്ഞില്ലെങ്കിൽ എന്റെ മനസാക്ഷി എന്നോട് അംഗീകരിക്കുന്നില്ല. ഈ പാലാ രൂപത എന്ന് പറയുന്ന ലക്ഷക്കണക്കിന് ആളുകൾ അംഗമായിട്ടുള്ള ആ രൂപതയെ ബഹുമാനപ്പെട്ട കല്ലറങ്ങാട്ട് പിതാവ് തന്റെ ഇടവയിൽ കുറവലങ്ങാട് ഇടവയിൽ വിശ്വാസി സമൂഹത്തിനോട് അടച്ചിട്ട ഒരു റൂമിൽ പ്രസംഗിച്ച പ്രസംഗം എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? അദ്ദേഹത്തിന് ഒരു വാക്കിന്റെ പേര് വേട്ടയാണ്. അദ്ദേഹം പറഞ്ഞ എല്ലാ സമൂഹത്തിലും പെട്ട, ഇപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷാഫി ജാക്കത്തിന്റെ സഭയിൽപ്പെട്ടവരാണേലും സമുദായത്തിൽപ്പെട്ടവരാണെങ്കിലും ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ടാണേലും തങ്ങളുടെ കുട്ടികള് പഠിക്കേണ്ട കാലത്ത് ചതിയിൽപ്പെടരുത്. പ്രണയത്തിനെതിരായിട്ടൊന്നും ആരും പറഞ്ഞിട്ടില്ല. അത് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത് തെറ്റാണ്, ഒരു അപരാധമാണോ? അതിനെന്താ തെറ്റിരിക്കുന്നത്? അതിന്റെ പേരിൽ ഇന്നവരുമായിട്ടത് കൂടാൻ പാടില്ല, സൗഹൃദത്തിന് പാടില്ല എന്ന് പറയുന്നത് എത്ര അസംബന്ധമാ. അത് അന്ന് മുതൽ ആ മനുഷ്യനെ വേട്ടയിടുന്നത്. ഞാൻ അതിനൊരു ഉദാഹരണം പറയാം. പാലാ രൂപതയുടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിച്ചു വന്ന ആളാണ് ഞാൻ. എന്റെ കുട്ടികൾ അത് തന്നെയാ. ഞങ്ങളൊക്കെ അവിടെ പഠിക്കുമ്പോൾ അല്ലെ ഇപ്പോഴും അവിടെ കത്തോലിക്ക സമൂഹത്തിൽപ്പെട്ട കുട്ടികളില്ല. അവിടെ ഇസ്ലാം മത വിശ്വാസികളും ഹൈന്ദവ വിശ്വാസികളും തിങ്ങി നിറഞ്ഞാണ് അവരുടെ സ്ഥാപനങ്ങളിലെല്ലാം. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ കോട്ടയം റിപ്പോർട്ടർ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീചിത്തിനെ അവിടെ നിന്ന് അയച്ചു നോക്കൂ. അവിടുന്ന് പഠിച്ചു വളർന്ന് നല്ല പൗരന്മാരായിട്ട് വളർന്ന ആയിരക്കണക്കിന് പേര് ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ ബിസിനസ്സുകൾ നടത്തുന്നു. ഏതെങ്കിലും ഒരു ഡിസ്ക്രിമിനേഷൻ ഏതെങ്കിലും കുട്ടികളാണ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. കാരണം ഇവിടെ ഷാബി പറഞ്ഞതിനോട് അടിവരട്ടോട് കാര്യം പറയാം. ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് കേരളത്തിലെ മതേതരത്തിന്റെ വലിയൊരു പ്രതീക. അദ്ദേഹം പറഞ്ഞ അന്ന് ഞാൻ ചർച്ചയെ പങ്കെടുത്തതാണ്. അദ്ദേഹം പറഞ്ഞ ഇതൊരു ഡിബേറ്റിന് പോലും പ്രാധാന്യമില്ലെന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മളുടെ ഗ്രൂമേഴ്സ് മറ്റുള്ളവരെ അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യുന്നവരൊക്കെ പറയുന്നത് എന്താ? നിങ്ങൾ ചതിയിൽ വീഴരുത്, നിങ്ങൾ ചതിയിൽ വീഴരുത് ഉപദേശിക്കാനുള്ള ഒരു ധാർമ്മികത നമ്മുടെ സമൂഹത്തിലില്ലേ? അതിന് പ്രണയത്തിനെതിരാണെന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കുന്നില്ല. ഇപ്പൊ ഈ പാലാ ഡയോസിസില് ഞാൻ മുസ്ലിം സമൂഹമായിട്ട് ബന്ധപ്പെട്ട ഒരു ഉദാഹരണം പറയാം, ക്രിസ്റ്റൽ ക്ലിയർ ആയ ഉദാഹരണം പറയാം. 5 വർഷങ്ങൾക്ക് മുമ്പ് മാത്രം തുടക്കം കുറിച്ച ഒരു ഹോസ്പിറ്റലുണ്ട്, മാർസിലിബ ഹോസ്പിറ്റൽ ചേർപ്പതിൽ പാലാട് ചേർന്ന് 5 വർഷം കൊണ്ട് അത് വലിയ രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തു. നിങ്ങൾ രാവിലെ അവിടെ നിന്ന് പോയി നോക്കിയേ, അവിടെ വരുന്നവർ ഹിന്ദു ക്രിസ്ത്യൻസ് മാത്രമാണോ? തൊട്ടടുത്ത ഈരാറ്റുപേട്ട പോലുള്ള സ്ഥലങ്ങളിൽ നിന്നും എവിടുന്നെല്ലാം മുസ്ലിം സഹോദരങ്ങളിൽ നിന്ന് വരുന്നു. എന്നാൽ അവർക്ക് അങ്ങ് വേണമെങ്കിൽ ബഹിഷ്കരിക്കാൻ പറ്റില്ല. മാർസിലിബ ഹോസ്പിറ്റല് അവർ ബഹിഷ്കരിക്കാൻ കാരണം അറിയോ? ഈ വർഗീയ ധ്രുവീകരണത്തിനൊന്നും ആ സമൂഹത്തിന് നിങ്ങൾക്ക് കിട്ടുന്നില്ല. ഇനി രണ്ടാമത്തെ കാര്യം, അവിടെ വരുന്ന എല്ലാവരോടും തുല്യ പ്രാധാന്യത്തോടുകൂടിയാണ് അവർ ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ ആതുര സേവന കേന്ദ്രങ്ങൾ മുഴുവനും. കാരണം അങ്ങനെയുള്ള ഒരു സമൂഹത്തിനെ അടച്ചാക്ഷേപിച്ച് അധിക്ഷേപിച്ചുകൊണ്ട് അവർ നൽകിയ സേവനങ്ങളെ ഇപ്പോഴും നൽകുന്ന സേവനങ്ങളെയും എന്താ പറയുക തൃണവൽക്കരിച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും മുന്നോട്ട് പോകരുത്. പിന്നെ ലവ് ജിഹാദ് എന്ന് പറഞ്ഞൊരു വാക്ക് ഇല്ലാത്ത കാലത്ത് ഇവരുടെ ആരുടെയെങ്കിലും തെളിവുണ്ടെന്നുണ്ടെങ്കിൽ ഇവര് പോലീസിൽ കൊടുക്കട്ടെ, കോടതി കൊടുക്കട്ടെ, അല്ലെ സുപ്രീം കോടതി കൊടുക്കട്ടെ. അത് തെളിയിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരമാണ് അഡ്വക്കേറ്റ് ജസ്റ്റിൻ പറയുന്നത്. നേരത്തെ അഡ്വക്കേറ്റ് ജസ്റ്റിൻ ക്ലിയർ ആയെങ്കിൽ താങ്കൾക്ക് അത് തുടരാം. ഞാനത് കംപ്ലീറ്റ് ചെയ്യട്ടെ. അതായത് അവര് ഇങ്ങനെ ചതിയിൽ പെട്ടു എന്ന് പറഞ്ഞ ഒരു കേസ് കൊടുക്കട്ടെ. ആ കുട്ടികളെ 2 പേരെ കോടതി വിളിക്കട്ടെ. അവർക്ക് പരാതിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനത് ഉണ്ടെന്ന് ഒരിക്കലും വിശ്വസിക്കുന്നില്ല. കാരണം ആ സമൂഹത്തിനോട് ചേർന്ന് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ ഈ പി സി ജോർജ് പറഞ്ഞു 456 പേര്. സമയപരിമിതിയുണ്ട്. എനിക്ക് ഷാഫി ചാലിയത്തിൽ കൂടെ പറയണം. ശ്രീ റെജിലുക്കോസ്, അഡ്വക്കേറ്റ് ജസ്റ്റിൻ അതിൽ കൂടെ നേരത്തെ ചെറിയൊരു സാങ്കേതിക വിഷയം വന്നിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് കേന്ദ്ര സർക്കാരിനോട് ഈ കാര്യത്തിൽ ഒരു ചെറിയ അമർഷമുണ്ട്. കാരണം ഭാരതീയ IPC അമെന്റ് ചെയ്ത് ഭാരതീയ ന്യായ സംഹിത കൊണ്ടുവരുന്ന സമയത്ത് അവർ കേരളത്തിൽ മുഴുവൻ NDA നേതാക്കന്മാർ പ്രചരിപ്പിച്ചത് ഈ ലവ് ജിഹാദിനെതിരെ ശക്തമായ നിയമനിർമ്മാണം ഈ ഭാരതീയ ന്യായ സംഹിതയിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞു. വളരെ സുന്ദരമായ ഒരു അവസരം ഉണ്ടായിരുന്നിട്ട് പോലും ഇത്തരത്തിലുള്ള നിയമോ
ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു നിയമനിർമ്മാണമോ നടത്തുന്നതിൽ കേന്ദ്ര സർക്കാരും പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ റെജി ലൂക്കോസ് പറഞ്ഞതുപോലെ നിലവിൽ നിയമങ്ങളും നിയമനിർമ്മാണങ്ങളും സുപ്രീം കോടതി വിധികളുമെല്ലാം പ്രായപൂർത്തിയായവർക്ക് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാം എന്ന ഒരവസ്ഥയിൽ നിൽക്കുമ്പോൾ ഈ കാര്യത്തിൽ നമ്മൾ എത്രമാത്രം നിയമേതത്തിന് പോയാലും അതിന്റെ ഉള്ളിൽ പരിമിതികൾ ഉണ്ട് എന്നുള്ളൊരു വസ്തുത പുറം ലോകം മനസ്സിലാക്കിയേ പറ്റൂ. വസ്തുതകൾ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അത് നമുക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അതൊരു സൈഡ്. ഇനി ഞാൻ ഷാഫിയിലേക്ക് വരിക. ഷാഫി വളരെ മനോഹരമായിട്ട് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു വെച്ചു ജിഹാദ് എന്താ. അദ്ദേഹത്തിന് അറിയത്തില്ലാത്ത രീതിയിലാണ് അദ്ദേഹം സിമ്പിൾ ആയിട്ട് പറഞ്ഞു വെച്ചത്. അദ്ദേഹത്തോട് എനിക്ക് ഒരു കുഞ്ഞു കാര്യം പറയാനുണ്ട്, ചെറിയൊരു കാര്യം. അതായത് ഇബ്നുൽ ഉബാസ് എന്ന് പറയപ്പെടുന്ന ഇസ്ലാമിക പണ്ഡിതൻ ഹിജ്റ 814 രചിച്ച ഒരു അതിമനോഹരമായ ഗ്രന്ഥമുണ്ട്. അതിന്റെ മലയാള പരിഭാഷ നമുക്ക് ഈ കേരളത്തിൽ ലഭ്യമാണ്. ആ പുസ്തകത്തിന്റെ പേര് വിജയത്തിന്റെ വാതിൽ വാളിന്റെ തണൽ എന്നാണ്. അതിനകത്ത് 10-11 പേജുകൾ മുഴുവൻ വിശദീകരിക്കുന്നത് ജിഹാദ് എന്താണെന്നാണ്. അത് അദ്ദേഹം ഒന്ന് വായിച്ച നല്ലതാ. അത് ഞാൻ ഇവിടെ വായിക്കുന്നില്ല, കാരണം അത് എന്റെ സഹോദര സമൂഹത്തെ മുഴുവൻ വേദനിപ്പിക്കും എന്നുള്ളത് കൊണ്ട് ഞാനത് വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇങ്ങനെ അതിനകത്ത് ഒരു കാര്യം ഞാൻ പറയാം, ഒറ്റ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ ആർക്കും അതിനകത്ത് പങ്കില്ല എന്ന് ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ചെറിയ പിള്ളേർ ബോധമില്ലാതെ ബുദ്ധിയില്ലാതെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഈ ആമുഖം വായിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് പറയും. അവിടെ പറയുന്നുണ്ട് ജിഹാദ് ചെയ്യണമെങ്കിൽ, ഒരു ജിഹാദ് എന്ന് പറയപ്പെടുന്ന ഒരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ അതിന് മാതാപിതാക്കളുടെ അനുമതി ആവശ്യമുണ്ട്. അപ്പൊ മാതാപിതാക്കളുടെ അനുമതി ആവശ്യമുണ്ട്. ഞാൻ ഈ ഇടപെടുന്ന എല്ലാ കേസുകളും നമുക്കറിയാം. പാരന്റ്സ് ഓൾറെഡി ഇതിനകത്ത് അറിഞ്ഞു. ബഹുമാനപ്പെട്ട ജസ്റ്റിനോട് ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ. അദ്ദേഹത്തിന്റെ എത്രയോ നൂറുകണക്കിന് മുസ്ലിം പെൺകുട്ടികളെ ക്രിസ്ത്യൻ യുവാക്കളെ ഭാര്യ ചെയ്തിരിക്കുന്നു. അപ്പൊ അതെന്തിന്റെ പേരില നിങ്ങൾ വർണ്ണിക്കുന്നത്? ഇവിടെ എന്തൊരു ലജ്ജാകരമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചർച്ചകൾ. സമയപരിമിതി ഉണ്ട്. ശ്രീ ഷാഫി ചാലിയും കൂടെ ഞാൻ ഇതിൽ കയറിച്ചു. ഷാഫി ചാലിയും പ്ലീസ്. അഡ്വക്കേറ്റ് ജസ്റ്റിൻ, എനിക്ക് 5 മിനിറ്റ് ചർച്ചയിൽ 5 മിനിറ്റ് ഉള്ളൂ. ഞാൻ നോമ്പ് പോലും പറക്കാതെ ഇവിടെ ഇരിക്കുന്നത്. അങ്ങ് വലിയ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞു. അല്ല, ഇനി ചോദിച്ചാലും അങ്ങേക്ക് ധൈര്യമുണ്ട് അവിടെ ഇരുന്ന് ഈ സമുദായത്തിന് മാറി നിൽക്കുന്ന ഏത് സംഘടനകളാണ് അങ്ങനെയുള്ള സംഘടനകളെ തള്ളിപ്പറയാൻ ഇസ്ലാമിക സമൂഹം തയ്യാറാണ് എന്ന് പറഞ്ഞു ആ സംഘടനകളുടെ പേര് പറഞ്ഞ് അത്തരത്തിൽ ഇതുപോലുള്ള യുവാക്കന്മാർക്ക് പ്രേരണകൾ കൊടുക്കുന്ന, പിൻബലം കൊടുക്കുന്ന ഈ സംഘടനകളെ തള്ളിപ്പറയാൻ നമുക്ക് പറ്റുമോ? അത് പറ്റാത്തടത്തോളം കാലം ഞങ്ങൾ സമൂഹം ഉറപ്പായിട്ട് എന്റെ സമൂഹത്തെ കുറ്റപ്പെടുത്തുന്നതിൽ ആർക്ക് സംശയിക്കാൻ ആർക്കെതിരെ പറയാൻ വേണ്ടി പറ്റും? അങ്ങനെ സംശയിക്കരുതെന്ന് പറയാൻ വേണ്ടി പറ്റുമോ? ഞാന് നോമ്പ് പറക്കാതെയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. വലിയ വലിയ ചോദ്യങ്ങൾ എന്റെ നേരെ 1 മണിക്കൂറോ 2 മണിക്കൂറോ എടുത്ത് വിശദീകരിക്കേണ്ട കേസുകളാണ് അവസാനത്തെ ഈ 5 മിനിറ്റിൽ. ഇനി നമ്മുടെ അപ്പുറത്തൊരു സുഹൃത്ത് കൂടി ഉണ്ട്. ഏതായാലും അഡ്വക്കേറ്റ് ജസ്റ്റിൻ, താങ്കൾ സംഘപരിവാറല്ല, അതിന്റെ ആശയത്തിന് എതിരാണ് എന്ന് നിങ്ങൾ നിലപാട് പറഞ്ഞത് പിന്നെ വളരെ നന്നായി. പിന്നെ ഈ ജിഹാദിന്റെ ഒക്കെ അർത്ഥം അറിയണമെങ്കിൽ ഇത്ര പുറകോട്ട് പോയുള്ളൊന്നും വായിക്കണ്ട. വിശുദ്ധ ഖുർആന് തഫ്സീർ എഴുതിയ മൗലാന അബുൽ കലാം ആസാദ്, അദ്ദേഹത്തിന്റെ ഖുർആൻ പരിഭാഷയും ഖുർആന്റെ തഫ്സീറുണ്ട്, അത് വായിച്ചാൽ മതി. ഈ ഓരോരുത്തരും ഓരോ ശൈലിയിൽ പലതും വ്യാഖ്യാനിച്ചു വെച്ചിട്ടുണ്ടാവും. അത് ഏതൊക്കെയാണ് അങ്ങയുടെ ശ്രദ്ധപ്പെട്ടതെന്ന് അറിയണമെങ്കിൽ അതിന്റെ എവിഡൻസ് മുഴുവൻ ഞാൻ പറയട്ടെ. ആയിക്കോട്ടെ, അല്ല വേണ്ട, ഇതോടെ അഡ്വക്കേറ്റ് ജസ്റ്റിൻ അങ്ങനെ സമയപരിമിതി ഒരു വിഷയമാകുന്നു. അല്ല, അങ്ങനെയാണ് നിങ്ങൾ നാളെ എന്നെ ചർച്ചയ്ക്ക് വിളിക്കരുത്. കാരണം ഇതൊക്കെ ഞാൻ കേൾക്കണം. ഇതിനോട് തിരിച്ച് എനിക്കൊരു മറുപടി പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് എന്തൊരു കഷ്ടം. വേഗം പറഞ്ഞോളൂ ശ്രീ ഷാഫി ചാലിയം. അഡ്വക്കേറ്റ് ജസ്റ്റിൻ ആ മെറ്റീരിയല് അവരുടെ അയച്ചു കൊടുക്കുക. ഞാൻ അതൊന്ന് പഠിക്കട്ടെ, എന്നിട്ട് മറ്റൊരു ദിവസം നമുക്ക് ചർച്ചയ്ക്കിരുത്ത്. അല്ലെ ജസ്റ്റിൻ, ഞാൻ അങ്ങോട്ട് ഗൂഗിളും തരേണ്ട, ഞാൻ പറയട്ടെ. അങ്ങ് മനസ്സിലാക്കിയതിൽ പറ്റി തെറ്റാ. പിന്നെ റെജി ലൂക്കോസ്, നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ നിങ്ങളെ നാട്ടിലെ പോലീസ് സംവിധാനത്തിന്റെ അപര്യാപ്തത. ഇത്രയധികം ആളുകളെ ഇങ്ങനെ കൊണ്ടുപോകാൻ ശ്രമിക്കും. ഇതൊന്നും നമ്മുടെ നാട്ടിലെ SSP എന്ന സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് അല്ല, ഞാൻ പറയുന്നത് വെച്ചാൽ സമയപരിമിതി ഒരു വലിയ വിഷയമായി മാറുന്നു. നമ്മൾ ലവ് ജിഹാദിന് തെളിവുണ്ടോ സഭയുടെ കയ്യിൽ നിന്നൊരു വിഷയം ആ തരത്തിലാണ് ചോദിച്ചത്. സമയത്തിനൊരു വിഷയമുണ്ട് ശ്രീ ഷാഫി ചാലിയം, എന്നോട് ക്ഷമിക്കണം. കാരണം
നമ്മൾ 7:55 എന്നുള്ളൊരു ടൈം ഇതിലേക്ക് കടക്കുന്നതുകൊണ്ടാണ്. മാത്രമല്ല എനിക്ക് തോന്നുന്നു ഈ എനിക്ക് സമയം കിട്ടിയില്ല കേട്ടോ, ഒറ്റ തവണ നമ്മൾ അവസാനിപ്പിച്ചു. അവതാരക സമയം ഡിവൈഡ് ചെയ്തത് ശരിയായില്ല. അഡ്വക്കേറ്റ് ജസ്റ്റിന് കൂടുതൽ സമയം കൊടുക്കേണ്ട ബാധ്യതയുണ്ട്. കാരണം അദ്ദേഹം ഒറ്റയ്ക്കാണല്ലോ. എനിക്ക് ആകെ ഒരു വട്ടം കിട്ടിയോളൂ, എനിക്ക് ഒരു വട്ടം മാത്രം സംസാരിക്കാൻ. റിജു കാഞ്ഞുകാരൻ, ചുരുക്കം പറയാമെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം പ്ലീസ്. സമയം പ്രശ്നമായതുകൊണ്ടാണ് പ്ലീസ്. അല്ലെ, എനിക്ക് പറയാനുള്ളതുള്ളൂ. ഇതായത് ഈ സമുദായങ്ങളെ തമ്മിൽ ധ്രുവീകരണം നടത്താനുള്ള സഭാ നേതൃത്വം ഈ PC ജോർജിന്റെ ഹിഡൻ അജണ്ടയിൽ സഭാ നേതൃത്വം വന്ന് തല വെച്ചു കൊടുത്തത് വളരെ മോശമായി പോയി. ഇനിയുമെങ്കിലും സഭാ നേതൃത്വം ഇത്തരത്തിലുള്ള ഹിഡൻ അജണ്ടകൾക്ക് വശമതനാകാതെ അതിൽ നിന്ന് തലവെക്കാതെ അവർ ഇതിന്റെ സത്യവും നീതിയും അന്വേഷിച്ച് അതിനുവേണ്ടി ഒരു ഇത്തരത്തിലുള്ള പ്രശ്നം നടത്തുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി പോലീസ് സംവിധാനത്തെയോ അന്വേഷണ ഏജൻസികൾക്കോ അതിന്റെ തെളിവുകൾ കൈമാറി മറുപടി പറയാൻ എന്നുള്ളത് തന്നെയായിരുന്നു ചോദ്യം. അതിനൊരു ഹിഡൻ അജണ്ട ഉണ്ടെങ്കിൽ സഭയുടെ കയ്യിൽ തെളിവുണ്ടോ ലവ് ജിഹാദിന് എന്ന് ചോദിക്കുമ്പോൾ ഭൂരിപക്ഷം പേരും ഉണ്ട് എന്നുള്ളൊരു അഭിപ്രായമാണ്. 65% പേരും പറയുന്നിടത്ത് അതൊരു ഹിഡൻ അജണ്ടയാണോ, അതിൽ കൂടുതൽ അന്വേഷണം നടത്തേണ്ടതാണോ, അങ്ങനെ ഒരു ആശങ്ക ഈ സമുദായത്തിനുള്ളതല്ലേ എന്നുള്ളൊരു ചോദ്യങ്ങളൊക്കെ നിൽക്കുകയാണ്. ഈ തരത്തിൽ തെളിവുകൾ മുന്നോട്ട് പോയിട്ട് അങ്ങനെ ഒരു അന്വേഷണം നടത്തിക്കൊണ്ട് ഇതൊരു ആശങ്ക മാറ്റാനുള്ള ഒരു നടപടിയിലേക്കാണോ കടക്കുക, അതാണോ വേണ്ടത് എന്നുള്ളൊരു ചോദ്യമൊക്കെ വീണ്ടും ഡിബേറ്റബിൾ ആണ്. സമയപരിമിതി കൊണ്ടാണ് എന്നോട് ദയവായി പാനലിസ്റ്റുകൾ ക്ഷമിക്കുക. ഷാഫി ചാലിയം, റിജു കാഞ്ഞുകാരൻ, കൃത്യമായ സമയം ലഭിക്കാത്തതിന് ഒപ്പം റിജി ലൂക്കസ്, അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതുക്കൽ, പ്രത്യേക നന്ദി. പൂർണ്ണമാകുന്നു.